നമ്മുടെ ജീവിതത്തിലെ വിടുതലിനും അനുഗ്രഹത്തിനും ഉയർച്ചകൾക്കും ഏറ്റവും പ്രധാന ഘടകമാണ് ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പ്രിയരെ. വിശുദ്ധ ബൈബിളിൽ ഒരുപാട് അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു അനുഭവം മാത്രം നാം ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും കൂടെ കർത്താവിനെ ആരാധിക്കാൻ പോകുക. യഹോശാഫാത്ത് എന്ന രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്, ആ രാജ്യത്തെ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുവാൻ വേണ്ടി വന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇസ്രായേൽ അതായത് രാജ്യം തന്നെ ചുറ്റി വളഞ്ഞു ശത്രുക്കൾ. ഒന്നും ചെയ്യുവാൻ കഴിയാതാണ് 3 രാജ്യങ്ങൾ. എന്നാൽ യഹോശാഫാത്തും ജനങ്ങളും അതിന് എതിരായി മാനുഷികമായ രീതിയിൽ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞ് പോയില്ല, ചെയ്യുവാൻ തുനിഞ്ഞില്ല. അവർ ദൈവസന്നിധിയിലിരുന്നു, ഉപവാസവും പ്രാർത്ഥനയും കഴിച്ചു. നിങ്ങളെപ്പോലെ ദൈവസന്നിധിയിൽ താണിരുന്നു. ദൈവ ശബ്ദത്തിന് വേണ്ടിയിട്ട് ദൈവം അവരോട് സംസാരിച്ചു പ്രവാചകങ്ങളോട്. എന്താണെന്നറിയാവോ? ഈ ശത്രുക്കളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവശബ്ദം, നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേട്ട് ആമേൻ പറഞ്ഞ് അങ്ങോട്ട് പോകും. അതിനടുത്തത് എന്തെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ശരിയല്ലേ? ഓരോ ദിവസവും വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അഭിഷക്തന്മാർ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് ഇവിടെ നിന്ന് പറയുന്നു, നമ്മളത് ഏറ്റെടുക്കുന്നു. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രീതിക്കാ പോകുന്നത്. ആ കേട്ട ദൈവശബ്ദം എങ്ങനെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കാണിക്കാമെന്ന് നാം ചിന്തിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും ദൈവശബ്ദത്തിന് മറുപടി നാം പ്രാപിക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. ഇതൊരു പരമാർത്ഥമായ സത്യമാണത്. എന്നിട്ട് നമ്മൾ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. യഹോശാഫാത്ത് ചെയ്തെന്താണെന്നറിയാവോ? യുദ്ധത്തിന് മുൻപേ, സൈന്യങ്ങൾക്ക് മുൻപേ കേട്ട ദൈവ ശബ്ദത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ താൻ തയ്യാറായി. എങ്ങനെയാണെന്നറിയാമോ? സംഗീതക്കാരെ നിയമിച്ചു. ആമേൻ. ടാമ്പറിനൊക്കെ അടിച്ച് എന്തതിശയമേ എന്നൊക്കെ പാടി ദൈവത്തെ ആരാധിപ്പാൻ. എവിടെയാ? ശത്രുക്കളുടെ മുൻപേ, സൈന്യങ്ങളെ നിർത്തുന്നതിന് മുൻപേ ആരാധിക്കുന്നവരെ നിർത്തി. ഹല്ലേലൂയ. അത് വലിയൊരു സാക്ഷ്യമാണ് നമുക്ക്. എന്താണ്? ദൈവശബ്ദം കേട്ടു നാം, അത് വിശ്വസിച്ചു നാം റിസൾട്ട് കാണുന്നതിന് മുൻപേ ദൈവത്തെ ആരാധിപ്പാൻ നാം തയ്യാറാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ടല്ലേ? അത് കാണുവാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? ആത്മാവിൽ കണ്ട് ദൈവത്തെ വിശ്വസിച്ച് ആരാധിപ്പാൻ കഴിയുമോ? ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മറുപടി കണ്ടിട്ടല്ല, കാണുന്നതിന് മുൻപേ ദൈവത്തെ ആരാധിക്കണം, വിശ്വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ആ പ്രവർത്തിക്കുള്ള മറുപടി ഭയങ്കര വലുതായിരുന്നു. അവിടെ അവർ യുദ്ധം ജയിച്ചു. ആമേൻ. യുദ്ധം ജയിക്കുക മാത്രമല്ല, അവരുടെ നന്മ, ഈ ശത്രു രാജ്യങ്ങളുടെ നന്മ മുഴുവനും ഇസ്രായേലിന് ലഭിച്ചു. അതുമാത്രം കൊണ്ടുവരുവാൻ 3 ദിവസം എടുത്തുന്ന ബൈബിൾ പറയുന്നത്. അവരുടെ കൊള്ള കൊണ്ടുവരുവാൻ 3 ദിവസം എടുത്തുന്നു. നോക്കേ, ഒറ്റ കാര്യം അവർ ചെയ്തുള്ളൂ. എന്താ? അവർ വിശ്വസിച്ചു ദൈവത്തിന്റെ ശബ്ദം. എന്താ? യുദ്ധം യഹോവയ്ക്കുള്ളത് എന്നുള്ളത്. ഭയം മാറി. അടുത്തത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അതിന്റെ ആദ്യത്തെ ജയം എന്ന് പറയുന്നത് ശത്രുവിന്റെ നന്മയെ. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, എവിടൊക്കെയാണോ ഒതുക്കപ്പെട്ടത്, എവിടൊക്കെയാണ് മൂടപ്പെട്ട നന്മകൾ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു തരികയാണ്. എത്ര പേർ റിസീവ് ചെയ്യും അത്? ഹല്ലേലൂയ. കഠിനാധ്വാനം ചെയ്തിട്ടും പ്രാപിക്കുവാൻ കഴിയാത്ത നന്മകൾ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ ആരാധിക്കുന്നുവെങ്കിൽ അത് മടക്കി ലഭിക്കുകയാണ്. ആമേൻ, 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 ആമേൻ. അത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് സംഭവിക്കുന്നു. ജയത്തിന്റെ 2ാമത്തെ പടി, ആ രാജ്യത്തിൽ സമാധാനം ദീർഘവർഷം നിലനിന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശത്രുക്കളും ആ വഴിക്ക് വന്നിട്ടില്ലെന്നാ. ആമേൻ. കാരണം 3 രാജ്യങ്ങളാണ് നശിച്ചു പോയേ, ശത്രു രാജ്യങ്ങൾ. ആമേൻ. ഇത് കണ്ട് ഭയപ്പെട്ട് പിന്നെ ഒരു രാജ്യങ്ങളും ഇവരെ ആക്രമിക്കുവാൻ വന്നില്ല. വലിയൊരു സമാധാനം ആ രാജ്യത്ത് നിലനിന്നു. ജയത്തിന്റെ മറുപടിയാ. ഹല്ലേലൂയ.
ഇന്ന് പകലിൽ അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നലകളിൽ സമാധാനം നഷ്ടപ്പെടുത്തിയത് കംപ്ലീറ്റും കർത്താവ് തിരിച്ചു തരാൻ പോവുകയാണ്. വിശ്വസിച്ചൊന്ന് ആരാധിച്ചെങ്കിൽ മാത്രമേ, ആ വിശ്വാസത്തോട് കൂടിയുള്ള ഒരു ആരാധന വെളിപ്പെട്ടാൽ മാത്രമേ, കരങ്ങളെ അടിക്കുന്നുവെങ്കിൽ നന്നായി കരങ്ങളെ അടിച്ച് അതരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത്, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനായവൻ എന്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നും പകലും അത് വെളിപ്പെടട്ടെ. ഓ ശതരബലബലബലരഗനം ദേരാ തുരബലരിഗനം തേരം തേരം റിബലം തേരം. ഓ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പാടിയേ. സിയോ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒരിക്കൽ കൂടെ. സിയോ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ചേർന്നൊരിക്കൽ കൂടെ. സിയോ കാരണം അബ്രഹാമിൻ ദൈവം, കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ സിയോൻ. വിശ്വസിച്ച് പാടിയേ. ഭയമൊന്നും ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ അതിശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ അതിശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ശബലം ചരബലഗനം ദലം ചുരബലബലരിഗനം ചേരാം. ഓ അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ഒന്നിനെ കുറിച്ച് പാടിയേ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവമന്ന എല്ലാ ആകുലതകളും അബ്രഹാമിൻ ദൈവം, വിശ്വസിക്കുന്നവർ തുറന്നു പാടിയേ. അബ്രഹാമിൻ ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ചേർന്ന്. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട ഒന്ന് മാത്രം. ദൈവത്തിൽ ആശ്രയമോ അബ്രഹാമിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. വിശ്വസിക്കുന്നവർ പാടിയേ. കൂടെയുള്ളതാ സിയോൻ. എല്ലാ ഭയങ്ങളും മാറട്ടെ.
എല്ലാ നിരാശകളും മാറട്ടെ. ഓ സിയോൻ, ക്രിസ്തുവിലുള്ള വിശ്വാസവും ധൈര്യവും വെളിപ്പെടട്ടെ. ഓ അബ്രഹാമിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും എന്റെ കൂടെയുണ്ട്. സിയോൻ ഒന്നിനെ കുറിച്ചും ഒന്നിനെ എനിക്കാകുല. ജീവമന്ന തന്നവൻ, ജീവമന്ന എന്നെ ക്ഷേമമായി. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒരുമിച്ച് പാടിയേ. അബ്രഹാമിൻ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ ആ ഉറപ്പോടെ വരികൾ പാടാം. നഷ്ടങ്ങളിലും പതറുകില്ല, കണ്ണുനീരിലും തളരുകില്ല. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണ്. നഷ്ടങ്ങളിലും ഹേയ് പതറുകില്ല, കണ്ണുനീരിലും തളരുകില്ല. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും അങ്ങേതാണേ. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും അങ്ങേതാണേ. എന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി. വിശ്വാസത്തോടെ പാടിയേ. എന്റെ വിശ്വാസമോ അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നഷ്ടങ്ങളിലും പതറുകില്ല, കണ്ണുനീരിലും ഞാൻ തളരുകില്ല. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും അങ്ങേതാണേ. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. പാടിയേ. നമ്മെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എന്നെ തകർക്കുവാനോ ഒരുമിച്ച് എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. അതുകൊണ്ട് വിശ്വാസത്തോടെ നഷ്ടങ്ങളിലും നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. നീ എന്നും എൻ്റെ ദൈവം. ഓ നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും ഉറപ്പോടെ പാടിയേ. നിന്നെ കുറ്റം വീതിച്ച് പിന്മാറിപ്പോകില്ല ഞാൻ. വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും എൻ്റെ കൂടെ. അതുകൊണ്ട് പാടാം. നഷ്ടങ്ങളിലും
leke shadara reka mana lete kenelere turabale ke dere kele rikabate rekele kele. വിശ്വാസത്തോടെ അധികാരത്തോടെ പാട്. നഷ്ടങ്ങളിലും പതറുകില്ല, തണ്ണുനീരിലും തളരുകില്ല. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. നീ എന്നും എൻ്റെ ദൈവം, ഞാനെന്നും. നഷ്ടങ്ങളിലും നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ വിശ്വാസത്തോടെ മാറ്. നീ എന്നും എൻ്റെ ദൈവമേ, ഞാനെന്നും അങ്ങയുടേതാണ്. നീ എന്നും എൻ്റെ ദൈവം. ആ ഉറപ്പുള്ളവർ പാടിയാതെ. എന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോകില്ല ഞാൻ. വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും എൻ്റെ കൂടെ. എന്നെ കുറ്റം വീതിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോകില്ല ഞാൻ. വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും എൻ്റെ കൂടെ. നഷ്ടങ്ങളിലും ക്രിസ്തുവിലുള്ള വിശ്വാസവും ധൈര്യവും വർദ്ധിക്കണം. നീ എന്നും എൻ്റെ. ആരൊക്കെ എന്നെ തള്ളിയാലും ആരൊക്കെ എന്നെ ഒതുക്കിയാലും ഞാൻ മുന്നോട്ട് തന്നെ. കാരണം എന്റെ മുൻപിൽ പാതയൊരുക്കിയവൻ, ഈ ലോകത്തെ ജയിച്ചവൻ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു, ജയം വ്യാപരിക്കുന്നു. ഹേ ശാധാരാ ധേരാ 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 തുരബം ധേരാ ധേരാ ശബലം ദലബൗഡഗരം ധേ തുരബാലവരൗഡഗരം ധേ ശബലം ദലബൗഡഗരം ധേ റീഖം ധേരം ധേരം ധേ തുരബാലം ധേരാ ധേരാ ശബലം ദലബൗഡഗരം ധേ റീഖം ധേരിവലം ധേരേ ശബലം ധേരിഗലം ധേരേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകലും ഇവിടെ ഇറങ്ങി നിൽക്കുന്നു. യെസ് യെസ് യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളും പൊളിയട്ടെ, പിശാചിന്റെ തന്ത്രങ്ങൾ പൊളിയട്ടെ. സ്വർഗത്തിന്റെ ഇഷ്ടം വ്യാപരിക്കട്ടെ, ദൈവഹിതം വ്യാപരിക്കട്ടെ. ശബലം ദേ ശത്രുവിന്റെ എല്ലാ കെണികളും ഇന്ന് പകലിൽ സഭ ഒരുമിച്ച് ജയമെടുക്കുന്നു. ആത്മീകമായി വളരുവാൻ, ഭൗതികമായി വളരുവാൻ, ശാരീരിക ബലഹീനതകൾ കൊണ്ടിട്ട് വിശ്വാസത്തെ കെടുക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് പകലിൽ ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 6ാം ദിവസത്തിൽ സഭ ഒരുമിച്ച് ജയമെടുക്കുന്നു.
Thurabalabalaриgaram thera Thurabalabalaриgaram thera Shabalara Thurabaligare Ramtala Baudagaram she Thurabalariganam thera Rikana Baudagaram the Rikam teram tere Ribalam Shabalam tere Thurabalarigana Bauda Oh Rabalam Shabalam Danarigana Baudagaram de Oh Jayam 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 ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള ജയം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള ജയം ഓ റബാലധേര റികമൗയാം തേര ബാബാ ബാബാലം തേ ദൂരം തേര ഗലം തേര ബൗരഗലം ശബലം തേര ബൗരഗലം എന്റെ വിശ്വാസമോ ഭംഗം വാരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറും. പകൽ ആരോടൊക്കെയുള്ള ദൈവശബ്ദമാത് വിശ്വാസത്തെ തകർക്കുന്ന നഷ്ടങ്ങൾ ആ കുറഞ്ഞുപോയ വിശ്വാസത്തിൽ തന്നെ ലാഭമാക്കി മാറ്റുവാൻ പോകുകയാണ്. എത്ര പേർ അത് ഏറ്റെടുക്കും? എത്ര പേർ ഏറ്റെടുക്കും? Come on. Hallelujah. എൻ്റെ വിശ്വാസത്തിനൊരു ഭംഗം വരികയില്ല. എൻ്റെ വിശ്വാസത്തിനൊരു ഭംഗം വരികയില്ല. വിശ്വാസത്തിലൂടെ തന്നെ നഷ്ടമായതെല്ലാം ഞാൻ തിരികെ പിടിക്കും. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി എന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അതു പ്രാപിച്ചിടും നിശ്ചയം അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ദുഃഖം അത് സംഭവിക്കുന്നു. അതു പ്രാപിക്കുമ്പോൾ ദുഃഖം സന്തോഷമായി മാറും. ഓ അബ്രഹാമിൻ ദൈവം ഈസാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഓ അബ്രഹാമിൻ ദൈവം ആ ഉറപ്പുള്ളവർ ഈ വരികൾ പാടിയേ. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന എന്നെ പണിതെടുത്ത് ആമേൻ. ഓ അബ്രഹാമിൻ ദൈവം ആമേൻ അവരെ പണിതെടുത്ത് ഉയർത്തിയ ദൈവം എന്റെ കൂടെയുണ്ട്. ഓ അബ്രഹാമിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ സിയോൻ മനമേ ഭയമൊന്നും
യെസ്, ആ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുത്താട്ടെ. ഹാലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹോ ഹല്ലേലൂയ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മളെ തകർക്കുവാനോ നമ്മളെ മുടിക്കുവാനോ വേണ്ടിയുള്ളതല്ല. അബ്രഹാമിനെ ഉയർത്തിയ ദൈവം, ഇസഹാക്കിനെ ഉയർത്തിയ ദൈവം, യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം എന്റെ ദൈവം എന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം. അങ്ങേക്കു തുല്യനായാരുമില്ല, അങ്ങല്ലാതെ ദൈവമില്ല, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടും. ഒരിക്കൽ കൂടെ പാടിയാട്ടെ. അങ്ങേക്ക് തുല്യനായി, അങ്ങേക്കു എന്നെ പണിതെടുത്ത് പൊന്നാക്കുന്നവനെ, നഷ്ടങ്ങളെ ലാഭമാക്കുന്നവനെ, ഓ നിൻ മുൻപിൽ സമർപ്പണത്തോടെ ഏക സത്യ ദൈവത്തെ എൻ പിതാവ് പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്ത പുത്രന്റെ പാത ഞങ്ങൾ പിൻപറ്റുമ്പോൾ ഞങ്ങളുടെ വഴിയെ ദിശ തെറ്റി മാറ്റിക്കുന്ന ശത്രുവിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ പദ്ധതികളെയും ഇന്ന് പകലിൽ തകർത്ത് ഞങ്ങളെ ആ പാതയിൽ തന്നെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്നും ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ ശബ്ദം ഇന്ന് പകലിലും ഇവിടെ മുഴങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനിയും ഇനിയും തുടർന്നും അത് കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കി നിർത്തിയാട്ടെ. ഇതിനാ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ഒരുമിച്ച് സഭ ഒരുമിച്ച് അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ മാത്രം യെസ് ലേബ റസ്മന ത്രേഷ്മന റിബ്രഖത ലബ്രബ ഹതുനി അൽകബായ റേമോ മോറുല മറഹതന ലബ്രഹ ഗതുന റസിന റബഹതല റബായ യെസ് എല്ലാ കണ്ണുകളും അടച്ച് അന്യഭാഷകളിൽ സംസാരിക്കുക. തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവ് സംസാരിക്കുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയാണ്. യെസ് ലബ റബദ നറതുന ലബ റധന ലബ റീമ നഹതല റബ റബധന ലഖബായ എമമറു ലെതന റിയാതന ബറുസതന ഹറ ബ്രഖതലല. കമോൺ കണ്ണുകൾ അടച്ച് വായ തുറന്ന് അന്യഭാഷകളിൽ യെസ് നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യേശു പറഞ്ഞതുപോലെ ജീവൻ
ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ട് ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. യെസ്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുകയാണ്. സഭ ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചില മിനിറ്റുകൾ കൂടി അന്യഭാഷകളിൽ ഈ പട്ടണത്തിന്റെ ആത്മമണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സ്വർഗീയ കവാടം തുറക്കുകയാണ്. യാക്കോബിന് ദർശനമുണ്ടായതുപോലെ സ്വർഗത്തിലേക്ക് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പൺ പോർട്ടൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വഴി തിരിച്ചുവിടേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ബലവും ശക്തിയുമുള്ള ദൂതന്മാർ ഇന്ന് ഈ ഹോളിനകത്ത് ഇപ്പോൾ തന്നെ മൂവ് ചെയ്യുകയാണ്. സ്റ്റക്കായി പോയ പലതും ഈ മിനിറ്റിൽ യേശുവിന്റെ നാമത്തിൽ മൂവ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യത്തിന്റെ മറ്റൊരു ലെയർ ഇന്ന് ഈ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിൽ തുറന്നു വരികയാണ്. ഇതിനകത്ത് ഇന്ന് ശുശ്രൂഷകളുടെ വലിയ പകർച്ചകൾ സംഭവിക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കൃപാവരങ്ങളുടെ പകർച്ചകൾ സംഭവിക്കട്ടെ. Yes, thank you, Father. Thank you, Holy Spirit. Thank you, Lord Jesus. ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി അതെടുത്ത് നിങ്ങളുടെ ശിരസിന്റെ മേലൊന്ന് വെച്ച്, എന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ അവിടുത്തെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇന്നു പകൽ ഞങ്ങൾ ഇരിക്കുന്ന ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് അറിയാനും അനുഭവിക്കാനും ഞങ്ങളുടെ മേൽ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയായ ഞങ്ങളുടെ തലച്ചോറിനെ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിന് വിരോധമായ ഞങ്ങളുടെ ഉള്ളിൽ കോട്ട കെട്ടിക്കിടക്കുന്ന എല്ലാ തെറ്റായ അറിവുകളും സങ്കല്പങ്ങളും, ക്രിസ്തുവിന് വിരോധമായ എല്ലാ ഉയർച്ചകളും അവിടെ നിന്ന് ഇപ്പോൾ ഇടിച്ചു കളയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിലേക്ക് ലോകത്തിന് മറച്ചുവെച്ച, പ്രഭുക്കന്മാർക്ക് മറച്ചുവെച്ച ദിവ്യരഹസ്യങ്ങളും ജ്ഞാനവും അതിൻ്റെ അടയാളങ്ങളും നിക്ഷേപിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ആമേൻ, ശബ്ദമുയർത്തി ആമേൻ, 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 ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ജീസസ് ഈസ് ദ വേ ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ അനുഗ്രഹീതമായ തുടർമാനമായി നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷകളിൽ ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും നിങ്ങളോട് ഒരുമിച്ച്
കർത്താവിൻ്റെ തിരുവഴുത്തിൽ നിന്ന് സംസാരിക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നൽകിയിരിക്കുന്ന കൃപാവരങ്ങളിൽ നിന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാനും കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അതിന് കാരണമായി തീർന്നിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസർ, അവരുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ട സഭയോടുള്ള പ്രത്യേക നന്ദിയെയും വന്ദനത്തെയും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുകയാണ്. മുഖവുരകളൊന്നും നമുക്ക് ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. വേഗത്തിൽ ഒരു വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുകയും അതിനകത്ത് നിന്ന് ഇന്ന് പകലിലും വൈകിട്ടുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ ചില അസാധാരണമായ വെളിപ്പാടുകൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നൊരു മീറ്റിംഗ് ആണ് ഇത് എന്ന് എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു കുതിച്ചു കയറ്റം കർത്താവ് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ മേലെ അത് അനുവദിക്കും. ആമേൻ, ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ പ്രൊഫറ്റിക്കലി കാണിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വളരെ സ്ലോ പേസിൽ പൊക്കോണ്ടിരിക്കുന്ന, ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയുള്ള ചില ജീവിതങ്ങൾ വളരെ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തും പരിശുദ്ധാത്മാവിൻ്റെ വേഗത ഇറങ്ങി വരുന്നത് ഞാൻ കാണുകയാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾ അങ്ങനെ ഉയരാൻ പോവുകയാണ്. റോക്കറ്റ് കൗണ്ട് ഡൗൺ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് പൊങ്ങി വരുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. കേട്ട് കൈയടിച്ചു പോകാനല്ല കർത്താവ് തൃശ്ശൂർ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അവകാശമാക്കാൻ വേണ്ടിയാണ്. എനിക്കറിയത്തില്ല, വിശ്വാസത്തിൽ എത്ര പേർക്ക് അത് ധൈര്യത്തോടു കൂടി ഇതിനെ ആമേൻ പറയാൻ പറ്റുമെന്ന്. മോഹന സുന്ദര വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നവനല്ല കർത്താവ്. കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ തരാമെന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ട് തരാൻ വിശ്വസ്തനാണ്. എൻ്റെ കൂടെ എത്ര പേർ അതിനെ ചേർന്ന് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പകുതി മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി നിങ്ങളുടെ കൈവെള്ളയിലിരിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവോട് നല്ലൊരു ആമേൻ പറഞ്ഞ് പ്രതികരിച്ചേ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഏത് മിനിറ്റിൽ വേണമെങ്കിലും കർത്താവിനെ നിങ്ങളെ സ്പർശിക്കാം. ഏത് മിനിറ്റിൽ വേണമെങ്കിലും ദൈവാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള സാഹചര്യമുണ്ട്, സാവകാശമുണ്ട്. വേഗത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ഈ വചനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തി പിടിക്കാവോ? ഓക്കെ. ഞാൻ 1-2 അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വെളിപാടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്നത് അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗ്രഹവാസത്തിൽ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ ആയിരിക്കുന്ന സമയത്ത് കൊലോസ്യയിലുള്ള ദൈവസഭകൾക്ക് വേണ്ടി എഴുതി അയച്ചിരിക്കുന്ന ഒരു ലേഖനമാണ്, ഒരു കത്താണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ആമേൻ. വ്യക്തമായോ? മനസ്സിലായോ? അപ്പോൾ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് താൻ റോമിൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, താൻ റോമിൽ ഒരു വീട്ടുതടങ്കലിലായിരിക്കുന്ന സമയത്ത് കൊലോസ്യയിൽ തന്നിലൂടെ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ആ സഭയുടെ ആ നാളുകളിലുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ആ നാളുകളിൽ അവിടെ നിന്നുള്ള വാർത്തകൾ കേട്ടിട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന പ്രായോഗികമായ ഉപദേശങ്ങളും ഒക്കെ ചേർത്ത് താൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ആ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ താൻ ഒരു ആമുഖ പ്രഭാഷണം നടത്തിയതിനു ശേഷം താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിലുള്ളൊരു വേദഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് വായിച്ചിരിക്കുന്നത്. കൃത്യമാണോ? വ്യക്തമായോ? വ്യക്തമായോ? അപ്പോൾ ഇത് ആരുടെ പ്രാർത്ഥനയാണ്? പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. നിങ്ങളത് ധൈര്യത്തോടു കൂടി എൻ്റെ കൂടെ ഒന്ന് തുറന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുമ്പിലോട്ട് പോകാം. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? കൊലോസ്യയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പ്രസ്താവിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: നമ്മെ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ? പൗലോസ് ആയ ഞാനും ഇത് വായിക്കുന്ന കൊലോസ്യ സഭയും
ഇനി കാലങ്ങൾക്കപ്പുറം ഇത് പ്രസംഗിക്കാൻ പോകുന്ന അനീഷും ഇത് കേൾക്കാൻ പോകുന്ന തൃശ്ശൂരിലെ ദൈവസഭയും അടങ്ങിയ നമ്മെ എല്ലാവരെയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ആ വാക്ക് നിങ്ങൾ തന്നെ പറയണം, ഉറക്കെ പറഞ്ഞേ, വിടുവിച്ചു. അവിടെ ആ പദം എഴുതിയിരിക്കുന്നത് ഒരു പാസ്റ്റ് ടെൻസിലാണ്. ഇന്ന് നിന്റെ വിടുതൽ സംഭവിക്കുന്നു എന്നല്ല പൗലോസ് പ്രസംഗിച്ചത്, അല്ലെങ്കിൽ പൗലോസ് പ്രാർത്ഥിച്ചത്, അങ്ങനെയല്ല പൗലോസ് എഴുതിയത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ആ കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു വിടുതൽ വന്നേക്കാം എന്നുമല്ല പൗലോസ് എഴുതിയത്. പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ വിടുവിച്ചിരിക്കുകയാണ്. ആ വചനം പറയുമ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി ചില ഹൃദയങ്ങളുടെ അകത്തോട്ട് ഇടിച്ചിറങ്ങട്ടെ. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ ബന്ധനങ്ങൾ അഴിയാനല്ലേ? നമ്മൾ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങൾക്കകത്തുനിന്ന് ഒരു പുറപ്പെടൽ സാധ്യമാകാൻ വേണ്ടിയല്ലേ? നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിറ്റുവേഷൻസിനകത്ത് എന്തൊക്കെയോ ചില ദൈവത്തിൻ്റെ വിടുതലുകൾ സംഭവിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കുമ്പോൾ ഇത് തിരുവെഴുത്ത് നമ്മോട് പറയുന്ന അടിസ്ഥാനപരമായ സത്യം, വിടുതൽ ഇനി നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. പിതാവായ ദൈവം പുത്രനിലൂടെ നിങ്ങൾക്ക് വേണ്ടി അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ആമേൻ. എന്റെ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി ഞാൻ അതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടി വായിച്ചിട്ട് നമ്മൾ പിന്നീട് ആ ഭാഗത്തേക്ക് വന്ന് കൂടുതൽ വിശദമായി അത് പഠിക്കും. അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. തന്റെ സ്നേഹത്തിന്റെ സ്വരൂപമായിരിക്കുന്ന പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും പുത്രനായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞ് ആവർത്തിച്ച് ബോധ്യമാക്കണം. ഒന്ന്, ഞാൻ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഞാൻ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കൂടെ ഒന്ന് ചേർന്നത് പറയാം, എന്ത് രസമായിരിക്കും. ഞാൻ എൻ്റെ കുടുംബവും അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും പിശാചിന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ട് യേശുവിന്റെ സ്നേഹത്തിന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്താധാരകളിൽ ഒരു വലിയ സ്വാതന്ത്ര്യം സംഭവിക്കും. നിങ്ങളുടെ ചിന്തകളിലെ സ്വാതന്ത്ര്യം അത് നിങ്ങളുടെ വൈകാരിക തലങ്ങളിൽ ചില സ്വാതന്ത്ര്യങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ വൈകാരിക തലങ്ങളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ചില വെളിച്ചങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് വരുന്ന ചില വെളിച്ചങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തോട്ട് പ്രതിഫലിക്കാൻ തുടങ്ങും. ഓ മനസ്സിലായില്ല. നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അറിവിനകത്ത് ഒരു വിടുതൽ സംഭവിക്കും, ഒരു സ്വാതന്ത്ര്യം സംഭവിക്കും. ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചിന്തിച്ചത് എന്നും ഉള്ള ചിന്തയിൽ നിന്ന് എന്നെ ഇപ്പോൾ യേശു കർത്താവ് എന്താക്കി തീർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ വൈകാരിക തലങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും. ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക് അത് നിങ്ങളെ കൺവേർട്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ ധൈര്യമുള്ളവനായി മാറുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തിൽ വലിയ ആത്മവിശ്വാസത്തെ കൂടെ കൂടുതൽ ചേർക്കും. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ഭയവും ഒക്കെ മാറി നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അന്ന് ക്രൂശിൽ കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയുടെ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കും. അതാ ഇന്ന് ഈ ഹോളിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. കരമുയർത്തിയെന്ന് പറഞ്ഞേ, എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. ഇപ്പോൾ എന്നെ ദൈവ രാജ്യത്തിൽ ആക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ സംഭവം ചെയ്തത് ഞാനോ നിങ്ങളോ അല്ല. വേണ്ടിയില്ല. ഈ പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവന ചെയ്തത്, നടപ്പിലാക്കിയത് ഞാനോ നിങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ സ്വർഗത്തിലെ
പിതാവായ ദൈവമാണ്. ആമേൻ. ഞാൻ ആവർത്തിക്കുന്നു, ഈ വചനം ചെയ്തത്, ഈ വചനം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ ഈ വെളിപ്പാട് പ്രാവർത്തികമാക്കിയത്, പൂർത്തീകരിച്ചത് ഞാനോ നിങ്ങളോ ഒരു മനുഷ്യരോ അല്ല, മറിച്ച് അനാദി നിത്യത മുതൽ ദൈവത്വത്തിലിരിക്കുന്ന ആൽഫയും ഒമേഗയുമായിരിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവമാണ് ഈ കാര്യത്തെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുൻഭാഗങ്ങളും പുറകിലുള്ള ഭാഗങ്ങളും ഞാനിപ്പോൾ ആവർത്തിക്കാതെ ഞാൻ ആശയത്തിലേക്ക് നിങ്ങളെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനിലാക്കി വെക്കുകയും ചെയ്ത അപ്പൊ ഇതാര് ചെയ്ത പ്രവൃത്തിയാ? പിതാവായ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ആമേൻ, 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 ആമേൻ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ദൈവം ചെയ്തത് എന്തെങ്കിലും അപൂർണമായിരിക്കുമോ? ദൈവം ചെയ്തത് എന്തെങ്കിലും ഭാഗികമായിരിക്കുമോ? ദൈവം ചെയ്തത് എന്തെങ്കിലും ഒരു സമയപരിധി കഴിയുമ്പോൾ എക്സ്പയർ ആയി പോകുമോ? ഇതിനൊക്കെ ഉത്തരവില്ല എന്നാണെങ്കിൽ, നിങ്ങളെ വിടുവിച്ചതിനും നിങ്ങളെ രാജ്യത്തിലാക്കി വെച്ചതും ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ്. നിങ്ങളുടെ വിടുതൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതല്ല. ഇല്ല, ഇല്ല. എന്റെ വിടുതൽ എന്റെ ഉപവാസത്വം കൊണ്ട് സാധ്യമായതല്ല. കമോൺ. എന്റെ അനുഗ്രഹം എന്റെ പ്രയത്നത്താൽ സംഭവിച്ചതല്ല. എന്റെ ശാപം പൊട്ടിയത് ഞാൻ 3 ദിവസം ഉപവസിച്ചപ്പോഴല്ല, മറിച്ച് എന്റെ ശാപത്തെ പിതാവായ ദൈവം പുത്രന്റെ ക്രൂശിൽ പരിഹരിക്കപ്പെട്ടതുകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ ഇന്ന് കയറി നിൽക്കുകയാണ്. എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറുകളിലെ ചില ചിന്തകൾ അതിനെതിരായി ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. അതിനെ പൊളിച്ചു കളയുക. ഈ സത്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഞാൻ വിടുവിക്കപ്പെട്ടത് എൻ്റെ പ്രയത്നം കൊണ്ടല്ല. എൻ്റെ ബന്ധനം അഴിഞ്ഞത് ഞാൻ ശ്രമിച്ചത് കൊണ്ടല്ല. നമ്മൾ ശ്രമിച്ചത് കൊണ്ട് നമ്മുടെ ബന്ധനം അഴിയാൻ പോകുന്നില്ലെന്നേ. നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മുടെ മേൽ കിടക്കുന്ന ശാപം പൊട്ടാൻ പോകുന്നില്ലെന്നേ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പിതാവ് അത് ചെയ്തത് കൊണ്ട് 2 കൈകളും ബന്ധിക്കപ്പെട്ട് 2 കാലുകളും ബന്ധിക്കപ്പെട്ട് അനങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു പണ്ട് നാം ഓരോരുത്തരും കിടന്നുകൊണ്ടിരുന്നത്. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് നാം അടിമകളായിരുന്നു എന്നാണ്. മറ്റൊരു യജമാനൻ നമ്മുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തതുപോലെ എൻ്റെ സാമ്പത്തിക മേഖലയെ ബന്ധിച്ച്, എൻ്റെ ശരീരത്തെ ബന്ധിച്ച്, എൻ്റെ കുടുംബത്തെ ബന്ധിച്ച്, നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അവൻ്റെ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായമില്ലാതെ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചിട്ട്, നീ ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവനും കിടക്കേണ്ടവളും അല്ല എന്ന് പിതാവിന് എന്നോട് കരുണ തോന്നിയിട്ട് അവൻ ഇറങ്ങി വന്ന് അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച്, അവൻ എൻ്റെ യജമാനന്റെ കയ്യിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി, അവൻ എൻ്റെ മേത്ത് കിടന്ന എല്ലാ അടിമത്വത്തിന്റെ മുദ്രകളെയും മായ്ച്ചു കളഞ്ഞ് ആ മുദ്രകൾക്ക് പകരം പുത്രത്വത്തിന്റെ പുതപ്പന്റെ മേൽ പുതപ്പിച്ച്, അവൻ എന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച്, അവൻ എൻ്റെ മേൽ ആത്മാവിനെ പകർന്ന്, അവൻ എൻ്റെ മേൽ തേജസ്സിനെ പകർന്ന്, അവൻ എന്നെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. കമോൺ. ഇന്ന് ഈ സത്യം തിരിച്ചറിയുന്ന ദൈവസഭ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ പിശാച് കഴിഞ്ഞ നാളുകളിൽ കെട്ടിവെച്ചിരുന്ന അവന്റെ പൊട്ടത്തരങ്ങളും ഇന്ന് ഇതിനകത്ത് ദൈവസഭ ഒരുമിച്ച് പൊളിച്ചു കളയുകയാണ്. അവൻ അടച്ചതിനെ മുഴുവൻ ഇന്ന് സഭ പൊളിച്ചു കളയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2024 നിങ്ങളുടെ മേൽ ഒരു വിടുതൽ സംഭവിക്കുകയല്ല, നിങ്ങളുടെ മേൽ സംഭവിച്ച കഴിഞ്ഞ വിടുതലിനെ നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാനിവിടെ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കർത്താവ് ഒരു വിടുതലിനെ അയക്കുകയല്ല, ഓൾറെഡി നിങ്ങളുടെ പേരിൽ വീണ് കിടക്കുന്ന ആ വിടുതലിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ മേൽ അതിനെ നിങ്ങൾ കൈയടക്കുകയാണ്, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മെ അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അവൻ വിടുവിച്ചു. അപ്പൊ ഇത് ആര് ചെയ്ത കാര്യമാണ്? പിതാവായ ദൈവം ചെയ്ത കാര്യമാണ്. 2, വിടുവിക്കുക മാത്രമല്ല, വിടുവിച്ചിട്ട് and he transferred us, he delivered us from the power of the darkness and he has translated us. വേറെ ഏതെങ്കിലും മതി, that's enough, മതി. Translated us, transferred us എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്നും നമ്മളെ എടുത്ത് മറ്റൊരു സ്ഥാനത്ത് കൊണ്ട് സ്ഥാപിച്ചു. ഒരിടത്ത് നിന്ന് അവൻ നമ്മെ എടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു. കൊലോസ്യ സഭയോട് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് എന്താണെന്നറിയാവോ? നിങ്ങൾ വിജാതീയരുടെ ഒരു പട്ടണമായിരുന്നു, നിങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു, നിങ്ങളുടെ മേൽ സകല അധർമ്മവും സകല അശുദ്ധിയും വാണുകൊണ്ടിരുന്ന ഒരു നാളുണ്ടായിരുന്നു, നിങ്ങളുടെ മേൽ ഭരണം നടത്തിയിരുന്ന മറ്റൊരു രാജ്യവും അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ അതിനല്ല കീഴ്പ്പെടേണ്ടിയത്. അവിടെ നിന്ന് അവൻ നിങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്, അവൻ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, സ്ഥാനം മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഇതറിയാതെ പഴയ സ്ഥാനത്ത് തുടരുന്ന ആരെങ്കിലും എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിന്നെ ദൈവം അവിടെ നിന്ന് എടുത്തിരിക്കുന്നു എന്ന് അറിയുക. ഇനി അതിന് നിന്റെ മേൽ ഭരണം നടത്താൻ കഴിയുകയില്ല എന്ന് അറിയുക. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ സ്ഥാനത്തേക്ക് മടങ്ങി വരിക. എനിക്കറിയത്തില്ല, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, പ്രവാചക ശുശ്രൂഷയുടെ ചില സീറ്റുകളിലേക്ക് ഇതിനകത്തിരിക്കുന്ന ചിലരെ ഇന്ന് കർത്താവ് എടുത്ത് സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ്. ഈ നാട്ടിലെ ശുശ്രൂഷകരുടെ പട്ടികകളിലേക്ക് ഇതിനകത്തിരിക്കുന്ന ചില അഭിഷുദ്ധന്മാരെ കർത്താവ് പ്രൊമോട്ട് ചെയ്യുകയാണ്. നീ ഇനി അവിടെ ഒരു വിശ്വാസിയുടെ സ്ഥാനത്തായിരിക്കുകയില്ല. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്തോട്ട് ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരിടത്ത് നിന്ന് അവൻ എടുത്ത് ഒരിടത്ത് നിന്ന് അവൻ എടുത്ത് മറ്റൊരു സ്ഥലത്ത് തന്നെ ആക്കിയിരിക്കുന്നു. ഇനി ഞാൻ അതിനകത്ത് വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരം എന്താ? അത് പിശാച്. മറ്റെന്തെങ്കിലും ഒപ്പീനിയൻ? ഇരുട്ടിന്റെ അധികാരം. പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് പോണം. ഇരുട്ടിന്റെ അധികാരം, the powers of darkness or the power of darkness. ഇരുട്ടിന്റെ അധികാരം എന്താ? നിങ്ങൾ ഈ വചനം വായിക്കാൻ മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞു. പിശാചാണ്, അത് അഗ്രി ചെയ്തു. വേറെ എന്തെങ്കിലും? ലോകം, അത് നമുക്ക് അഗ്രി ചെയ്യാം. വേറെ എന്തെങ്കിലും കമോൺ, പെട്ടെന്ന്. ഇല്ല, നിങ്ങൾക്ക് ആർക്കും വരുന്നില്ല. യുഗങ്ങൾക്ക് മുമ്പ്, ശ്രദ്ധിച്ച് കേൾക്കണേ, യുഗങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ സിംഹാസനസ്ഥനായിരുന്നു കൊണ്ട് സൃഷ്ടിയുടെ ആദ്യത്തെ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ പറയുന്നത് എഹെസ്കേൽ പ്രവാചക പുസ്തകത്തിലെ ഒരു അധ്യായമാണ്. ആ സമയത്ത് അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ദൂതന്മാരും കെരൂബുകളുമാണ്. ആമേൻ, ആമേൻ. മനുഷ്യ സൃഷ്ടി ആരംഭിച്ചിട്ടില്ല. മനുഷ്യ സൃഷ്ടിയിലേക്ക് ദൈവം പ്രവേശിക്കാനുള്ള പദ്ധതികൾ ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഭൂമി ഉളവായിട്ടില്ല, ആദാം ഉണ്ടായിട്ടില്ല, നമ്മളെല്ലാം അപ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് ദൈവം പ്രവേശിക്കുന്ന ആ സമയത്ത് പ്രധാന കെരൂബുകളുടെ ഒരു നേതാവായിരിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന ഒരു കെരൂബുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം തോന്നുകയാണ്, എന്തുകൊണ്ട് ദൈവം ഇരിക്കുന്ന ഈ വലിയ ദൈവസിംഹാസനത്തിലേക്ക് എനിക്ക് കയറി ഇരിക്കാൻ പാടില്ലാത്തതെന്താ? അതിന് ആവശ്യമായ പര്യാപ്തമായ ഒരു അറിവും ശക്തിയും ഭൗതികതയും ഒക്കെ എനിക്കുണ്ടല്ലോ എന്ന് അവൻ്റെ ഹൃദയത്തിൽ തോന്നി.
സൃഷ്ടാവായി മാറണമെന്ന് ആഗ്രഹിച്ച ആ മിനിറ്റിൽ, അതിനെ തിരുവെഴുത്ത് പറയുന്നത് നിഗളമെന്നതാണ്, പാപമെന്നാണ്. ദൈവം ആ നിഗളത്തെ അവിടെ വെച്ച് തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ടും ഈ ലൂസിഫർ എന്ന് പറയുന്ന കെരൂബ് ഒരാത്മജീവി ആയതുകൊണ്ടും അവൻ നിത്യമായി ആ നിമിഷത്തിൽ കത്തിച്ചു കളയാൻ സാധ്യമല്ല. പിടികിട്ടിയോ? എന്നാൽ ദൈവത്തിൽ നിന്നും, ദൈവവുമായിട്ടുള്ള ആ ഏഞ്ചലിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇവൻ നിഷ്കാസനം ചെയ്യപ്പെട്ടു. ആ രാജ്യത്തിൽ നിന്നും അവനെ പുറത്താക്കി കളഞ്ഞു. ഓ, പിടികിട്ടിയോ? 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 ദൈവവും തൻ്റെ കോടാനുകോടി ദൂതന്മാരും കെരൂബുകളും അടങ്ങുന്ന ദൈവത്തിൻ്റെ ആ ടെറിട്ടറിക്കകത്ത് നിന്നും ലൂസിഫറിനെ ആര് പുറത്താക്കി? ദൈവം പുറത്താക്കി കളഞ്ഞു. ഈ ഒരു പാർട്ടി വിഭാഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്താ? ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് പെട്ടെന്ന് ആ പാർട്ടിയുമായിട്ട് വിഘടിച്ചു പോയാൽ എന്തായിരിക്കും ഉണ്ടാകുക? ആ പാർട്ടിയുടെ എല്ലാ രൂപഗുണങ്ങളും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഘടകകക്ഷി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ, വെളിച്ചത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഗണത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ കെരൂബ് അവനോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവൻ്റെ അധികാര ശ്രേണിയുടെ കീഴിലുണ്ടായിരുന്ന അണിയാളികളെയും കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് വിരുദ്ധമായ മറ്റൊരു സിംഹാസനം അവൻ തന്നെ സ്ഥാപിച്ചു. ക്ലിയർ ആയോ? ഇപ്പോൾ ആത്മലോകത്തിൽ രണ്ട് സിംഹാസനങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ സിംഹാസനം, രണ്ട് ദൈവം തള്ളിക്കളഞ്ഞവൻ സ്വയമായി ഉണ്ടാക്കിയെടുത്ത അവന്റെ സിംഹാസനം. ഞാൻ ഈ പറയുന്നതെല്ലാം സ്പിരിച്വൽ ട്രൂത്തുകളാണ്. നിങ്ങൾക്കത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ എന്തുണ്ട്? രണ്ട് സിംഹാസനങ്ങൾ. ഒന്നിൽ ആരിയ്ക്കുന്നു? ഒന്നിൽ പിശാചിരിക്കുന്നു, മറ്റൊന്നിൽ ദൈവം ഇരിക്കുകയാണ്. അതിന് വേദപുസ്തകം വിളിക്കുന്ന പേര്, ഒന്ന് ഇരുട്ടിന്റെ രാജ്യമെന്നും മറ്റൊന്ന് വെളിച്ചത്തിന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പിക്കപ്പ് ആയി വരുന്നല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് സിംഹാസനമിട്ട് ഭരണം നടത്തുന്ന, പിശാചിന്റെ കീഴിലുള്ള ഭൂതങ്ങളെയും ദൂതന്മാരെയും നരകത്തിന്റെ ശക്തികളെയും കൊണ്ട് അവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അവന്റെ രാജ്യത്തിന് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് ഇരുട്ടിന്റെ രാജ്യം. ഒന്ന് ശബ്ദമുയർത്തി പറയാവോ? ഇരുട്ടിന്റെ രാജ്യം, ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ആമേൻ, ആമേൻ. എന്നാൽ ഇവിടെ പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും വെളിച്ചത്തിന്റെ ദൂതന്മാരും വെളിച്ചത്തിന്റെ ശുശ്രൂഷകരുമായ കെരൂബുകളും വിശുദ്ധന്മാരും എല്ലാവരുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ദൈവ സിംഹാസനമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് വെളിച്ചത്തിന്റെ രാജ്യം. തെറ്റിപ്പോകരുത്. പിശാച് രാജാവായിരിക്കുന്ന, പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്ന അവന്റെ രാജ്യം ഇരുട്ടിന്റെ രാജ്യം. ഇവിടെ ദൈവം സിംഹാസനത്തിൽ ഇരുന്ന് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ ഭരണ സംവിധാനം വെളിച്ചത്തിന്റെ രാജ്യം, അതായത് ദൈവത്തിന്റെ രാജ്യം. ഇനി വേദപുസ്തകത്തിൽ പുതിയ നിയമം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് പല ഇടങ്ങളിൽ പല വാക്കുകൾ കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും ഇത്ര വ്യക്തതയോടുകൂടി എഴുതിയിട്ടില്ല. ഉദാഹരണത്തിന്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. വായിക്കണോ? വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പേ നിങ്ങൾ അന്ന് കൊലോസ്യ സഭയോട് പറഞ്ഞതുപോലെ ഇപ്പൊ എഫെസോസിലെ സഭയോട് പറയുന്നു, മുമ്പേ നിങ്ങൾ എന്തായിരുന്നു? ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചമില്ലായിരുന്നെന്നോ, നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെന്നോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നെന്നോ, നിങ്ങളെല്ലാവരും കറുത്ത നിറവുള്ളവരായിരുന്നു എന്നൊന്നും അല്ല അർത്ഥം. നിങ്ങൾ ഇരുട്ടിലായിരുന്നു എന്നതിനർത്ഥം എന്താ? നിങ്ങൾ ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു. ഓ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. നിങ്ങൾ എവിടെയായിരുന്നു? ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു? ധൈര്യത്തോടെ പറഞ്ഞോ. ഇപ്പൊ നമ്മളല്ല, പക്ഷെ നമ്മളത് പഠിക്കാൻ പോവാണ്. ആരുടെ കൂടെ ആയിരുന്നു? പിശാചിന്റെ കൂടെ ആയിരുന്നു. അവന്റെ ദൂതന്മാരുടെയും അവന്റെ നരക ശക്തികളുടെയും കൂടെ അവിടെ ആയിരുന്നു. ആമേൻ. ഈ പിശാചിന്റെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നറിയാവോ? അവൻ മാത്രമാണ് അവിടെ മാസ്റ്റർ.
ബാക്കിയുള്ളതെല്ലാം അവൻ്റെ അടിമകളാണ്. അപ്പോൾ നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു എന്ന ഒരൊറ്റ സെന്റൻസിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ സഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാടിൻ്റെ മർമ്മം എന്നത്, നിങ്ങൾ മുൻപ് ഇരുട്ടിൻ്റെ കൂടെയും ഇരുട്ടിൻ്റെ രാജ്യത്തിലും പിശാചിൻ്റെ കൂടെയും അവൻ്റെ അടിമകളുമായി അവിടെയായിരുന്നു. ഹല്ലേലൂയ. അപ്പോ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരം എന്നാണെങ്കിൽ, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ അധികാരം എന്ന പദമില്ല. നിങ്ങൾ ഇരുളായിരുന്നു എന്ന് വളരെ ഷോർട്ട് ഫോമിൽ പറഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഇനി പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് മാത്രമല്ല കേട്ടോ, ഇത് പത്രോസും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. അപ്പൊ അവിടെ ഇരുളൊന്നും പറഞ്ഞിട്ടില്ല, ഇരുട്ടിന്റെ അധികാരമൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡാർക്ക്നെസ്. നിങ്ങളോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവരായിരിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ പൗലോസ് ആകട്ടെ പത്രോസ് ആകട്ടെ സുവിശേഷങ്ങളാകട്ടെ, ഇരുട്ട് എന്ന് പറയുന്നിടത്ത് പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് പിശാചിന്റെയും അവന്റെ രാജ്യത്തിന്റെയും സിസ്റ്റത്തെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ഈ കാര്യം ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? മാത്രം കരമുയർത്തി കർത്താവിന്റെ രാമൻ പറഞ്ഞേ ആമേൻ. ഞാൻ എന്തെങ്കിലും ആവർത്തിക്കണമെന്നുണ്ടോ? ഓക്കെ, പെർഫെക്റ്റ്. ദെൻ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? മുമ്പേ ഇരുളിലായിരുന്നു, അവന്റെ കൂടെ ആയിരുന്നു. അവൻ നമ്മുടെ യജമാനനും നാം അവന്റെ അടിമകളുമായിരുന്നു. അങ്ങനൊരു കാലം, അല്ലെങ്കിൽ അങ്ങനൊരു പാസ്റ്റ്, അങ്ങനൊരു ഭൂതകാലം എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജനിച്ച സകലർക്കും ഉണ്ട്. എങ്ങനൊരു ഭൂതകാലം? അവന്റെ കൂടെ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന, അവന്റെ കൂടെ അവന്റെ അടിമത്വത്തിൽ കിടന്ന ഒരു ഭൂതകാലം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിപ്പോ പാസ്റ്ററുടെ മകനായി ജനിച്ചാലും ഉണ്ട്, അതിപ്പം പള്ളിക്കകത്ത് പ്രസവിച്ചു വീണാലും, ഓ കമോൺ, നിങ്ങൾ ആരും മിണ്ടുന്നില്ല. അത് പെന്തക്കോസ് കുടുംബത്തിനകത്ത് ജനിച്ചാലും എന്തുണ്ട്? ഈ ഇരുട്ട് നിങ്ങളുടെ മേലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം ഒന്നുകൂടി ആവർത്തിച്ചിട്ട് ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കാം. പിശാചിന് ഒരിക്കലും അവന്റെ സാമ്രാജ്യത്തിൽ അവനേക്കാൾ മുകളിലേക്ക് ഒരാളും വളരുന്നത് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, അവന്റെ കൂടെ നിൽക്കുന്നവരെ അടിമകളാക്കി ഭരിക്കുക എന്നതാണ് ഇരുട്ടിന്റെ തന്ത്രം. അതിന് അവന്റെ കയ്യിൽ ധാരാളം ആയുധങ്ങളുണ്ട്, ധാരാളം സംവിധാനങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ മാത്രം നിങ്ങളുടെ അറിവിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. നമുക്ക് സമയത്തിനകത്ത് അത് തീർത്തു വരണമല്ലോ. ഒന്ന്, ഇരുട്ട് നിങ്ങളെ ദരിദ്രരാക്കാൻ ആഗ്രഹിക്കുകയാണ്. വേണ്ടിയില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ദരിദ്രനാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇരുട്ട് നിങ്ങളെ ദരിദ്രനാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ, അങ്ങനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പിടിച്ചു നിർത്തിക്കൊണ്ട്, അവയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒന്നിനും തൃപ്തിയില്ലാത്തവരായി കണ്ണുനീരിലും നിരാശയിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ദൈവപുത്രനല്ല, നിങ്ങളെ സൃഷ്ടിച്ച പിതാവല്ല. മറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവനാണ്, അവന്റെ രാജ്യമാണ്, അവന്റെ അധികാരമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ഒരു സാമ്രാജ്യം പരിശോധിച്ചാൽ, ആ സാമ്രാജ്യം കോളനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സാമ്രാജ്യം ഉണ്ടോ? ഇത് ഇന്നലെ ആ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യപ്പെട്ടത് എന്തെങ്കിലും അവർ നൽകിയിരുന്നോ? എന്താ നൽകി തരാത്തത്? തരാറില്ല. കാരണം അവർ നമ്മളെ ചൂഷണം ചെയ്യുകയാണ്. അതുപോലെ ഇരുട്ടിന്റെ രാജ്യത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ദരിദ്രരാക്കി നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം അവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തന്ത്രം ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് നിങ്ങളുടെ മേലുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. അപ്പൊ ദാരിദ്ര്യം അവന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, മനുഷ്യരുടെ മേൽ വെച്ച് അവയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി.
2, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് രോഗങ്ങളെ കൊണ്ടിട്ട് നിങ്ങളെ രോഗികളാക്കി ക്ലേശിപ്പിച്ച്, അത് തലവേദനയാകാം, മുട്ടുവേദനയാകാം, കാലുവേദനയാകാം, ആന്തരിക അവയവങ്ങളിലുള്ള പ്രശ്നങ്ങളാകാം, കൊളസ്ട്രോൾ ആകാം, ഷുഗർ ആകാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ക്ലേശിപ്പിക്കുക എന്നത് അവന്റെ ഒരു ചൂഷണ തന്ത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ ചേർന്നതിന് ആമേൻ പറഞ്ഞോണം കേട്ടോ. ആമേൻ. ഇരുട്ട് നിന്റെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ആയുധങ്ങൾ നിങ്ങളുടെ മേലിരിക്കും. അവന്റെ ചെങ്കോല് നിങ്ങളുടെ തലമേലിരിക്കും. തകർച്ചകൾ, മരണങ്ങൾ, ശാപങ്ങൾ എത്ര ശ്രമിച്ചാലും ഉയരാൻ കഴിയാതെ നിങ്ങളെ ഒരു ബൗണ്ടറിക്കകത്ത് കെട്ടിയിരിക്കുന്ന അതുപോലെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ 100 കണക്കിനുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, 100 കണക്കിനായിട്ടുള്ള അവന്റെ അടിമത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ മനുഷ്യനെ അവന്റെ രാജ്യത്തിൽ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളാണ് സ്വയം പരിശോധിക്കേണ്ടത്. 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിലൂടെ പിതാവായ ദൈവം എന്നെ ഇരുട്ടിൽ നിന്ന് വെട്ടിമാറ്റി പുത്രന്റെ രാജ്യത്തിലാക്കിയിട്ടും ഇന്നും ആ ദാരിദ്ര്യം എൻ്റെ മേൽ കിടക്കുന്നെങ്കിൽ, ഇന്നും ആ രോഗം എന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ, ഇന്നും ആ ചങ്ങല എൻ്റെ കാലിലും കയ്യിലും കിടപ്പുണ്ടെങ്കിൽ, ഇത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇനി എൻ്റെ മേൽ നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അതിനോട് ഗുഡ് ബൈ പറയാൻ സഭ തയ്യാറാകുന്നിടത്ത് വിടുതൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുകയാണ്. എനിക്കറിയത്തില്ല, ഞാൻ പറയുന്ന ഈ ദൈവത്തിന്റെ സത്യങ്ങൾ ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ ഇപ്പോൾ തന്നെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിന്റെ മേൽ അവയ്ക്ക് വന്ന് വാഴ്ച നടത്താൻ ഒരു ലീഗൽ റൈറ്റ് ഇല്ല. ഓ, എന്റെ കൂടെ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ദാരിദ്ര്യത്തിന് എന്റെ വീട്ടിനകത്ത് കയറാൻ നിയമപരമായ അവകാശമില്ല. ആരും വിടുന്നില്ല. രോഗത്തിന് എന്റെ ശരീരത്തിനകത്ത് കയറുവാൻ ഈ വചനപ്രകാരം നിയമപരമായ അവകാശമില്ല. തകർച്ചകൾക്ക് എന്റെ കുടുംബത്തിനകത്ത് തുടരാൻ നിയമപരമായി ഇനി അവകാശമില്ല. കാരണം ഞാനിപ്പോൾ ഇരുട്ടിലല്ല, ഞാനിപ്പോൾ പുത്രന്റെ രാജ്യത്തിലാണ്. മക്കളുടെ വിവാഹം നടക്കുന്നില്ല, വിവാഹം നടന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുകയാണ്. ശാപങ്ങൾ മറ്റൊരു തലമുറയിൽ നിന്ന് എന്നിലേക്കും, എൻ്റെ അപ്പനിൽ നിന്ന് എന്നിലേക്കും, എൻ്റെ മാതാവിൽ നിന്ന് എന്നിലേക്കും, ഇനി എൻ്റെ മക്കളിലേക്കും തുടർമാനമായി പോകുന്ന ഇരുട്ടിൻ്റെ ശാപങ്ങൾ ഞാനിപ്പോൾ അവിടെ അല്ലാത്തത് കൊണ്ട് എൻ്റെ മേൽ തുടരാൻ ഇനി അവകാശമില്ല. Come on. Oh. വായ തുറന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വായ കൊണ്ട് പറ, ലൂസിഫറേ, പിശാചേ, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് നിന്റെ രാജ്യത്തിൽ അല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മേൽ നീ വെച്ചിരിക്കുന്ന സകല ആയുധങ്ങളും ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ ഒരു ദർശനം കാണിക്കുന്നത്, ചിലർ സ്വയമേ തന്നെ ആമത്തിന്റെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞിട്ട്, കൈകാലുകളിൽ നിന്ന് ചങ്ങലകളെ കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന സിംഹങ്ങളെ പോലെ ചില വാഗ്ദത്തങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഓ, Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. ഇരുട്ടിനുള്ളതൊന്നും ഇനി ഞാൻ എടുത്തുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞ, ഇരുട്ടിനുള്ളതൊന്നും നമുക്ക് വേണ്ട, പിശാചിനുള്ളതൊന്നും ഇനി നമുക്ക് വേണ്ട. അവന്റെ സ്റ്റഫ് ഒന്നും ചുമക്കാനല്ല എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ ബലിയായി മാറിയത്. പറയുന്നത് കൊണ്ട് ഞാനും ഒരു മലയാളിയാണ്, ഞാനും ഒരു കേരളത്തിൽ വസിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ മലയാളി സഭകൾക്കകത്ത് വലിയൊരു ശാപം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? നമുക്ക് കൈയടിക്കാൻ ഇഷ്ടമാണ്. എന്താ? കൈയടിക്കാൻ ഇഷ്ടമാണ്. അന്യഭാഷ പറയാൻ പറയ ഇഷ്ടമാണ്. സ്തോത്ര കാഴ്ച കൊടുക്കാൻ ഇഷ്ടമാണ്. സഭകൾ സ്ഥാപിക്കാൻ ഇഷ്ടമാണ്. പരസ്യോഗം നടത്താൻ ഇഷ്ടമാണ്. കൺവെൻഷൻ വെക്കാൻ ഇഷ്ടമാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ അതിന് നമ്മൾ ആരെ കണ്ടെത്തും? പ്രവാചകന്മാരെയും പാസ്റ്റർമാരെയും വിളിക്കും. ഞാൻ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് എടുക്കേണ്ട വിടുതലുകളുടെ ആ സ്ഥാനത്ത് ഞാൻ ചില പ്രവാചകരെ വിളിക്കും. പിണങ്ങരുതേ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം ഇരിക്കുമ്പോൾ രോഗത്തിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന റാഫ യഹോവ
അവന്റെ പുത്രന്റെ ശരീരത്തിലൂടെ അത് തീർത്തിരിക്കുന്നുവെന്നും ഇനി അനേക രോഗികളെ സൗഖ്യമാക്കുവീൻ എന്നുള്ള കൽപ്പനയോടുകൂടി സൗഖ്യമാക്കാനുള്ള അഭിഷേകം എൻ്റെ ശിരസിന്റെ മേൽ വീണും ഇരിക്കുന്നു എന്ന അറിവുണ്ടെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളൊരു സൗഖ്യ ശുശ്രൂഷകനെ വരുത്തും. അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമേൻ പറയും. ദൈവം നിങ്ങളുടെ കൂടെയാണ് കേട്ടോ. God is always with us. കാരണം അത് യേശു പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എപ്പോഴും കൂടെ ഒരാളുണ്ട്. ആമേൻ. പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞ പുറകിലെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ കൂടെയുള്ള ആള് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ നമ്മൾ പ്രവാചകനെ വിളിക്കും. എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് അറിയാൻ ഞാൻ ഭാര്യയുടെ കൂട്ടുകാരിയെ വിളിക്കും. എന്നിട്ട് ഞാൻ അവളോട് ചോദിക്കും, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാനുള്ള എന്തെങ്കിലും തന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ താൻ എന്നോട് പറയൂ, അപ്പോ ഞാനത് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാം. ആമേൻ. ഞാൻ ഒരു ശുശ്രൂഷയും കുറച്ച് കാണുകയല്ല, ഞാൻ ഒന്നിനെയും വിലയില്ലാതാക്കുകയല്ല, ഞാൻ ഒന്നിനെയും അപ്രസക്തമാക്കുകയല്ല. മറിച്ച് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള നേരിട്ടുള്ള വാതിലുകൾ തുറന്നു കിടക്കുന്നു എന്ന് പറയുകയാണ്. ഭാരതത്തിലെ സഭകൾ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കേരളത്തിലെ സഭകൾ അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. എങ്ങനെയുള്ളൊരു ജീവിത ശൈലി? എനിക്ക് വേണ്ടി ആരുടെയെങ്കിലും സഹായത്തിൻ്റെതല്ല. നിങ്ങൾ സഭയിൽ വരുന്നു, ആരാധിക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ മേലുള്ളതിനെ തെളിയിക്കുന്ന ഒരു സഭയുടെ സീസണിലേക്ക് നിങ്ങളെ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഓ, എന്റെ കൂടെ ആരും പറഞ്ഞില്ല. നിങ്ങളുടെ മേൽ കിടക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷ നിറവേറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങൾ ഓരോന്നും നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇരുട്ടിന് എൻ്റെ മേൽ ഇനി സ്ഥാനമില്ല. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. അപ്പോൾ വിടുതലിന് വേണ്ടി നിങ്ങൾ ഇനി ആരെയും വിളിച്ചു പ്രാർത്ഥിപ്പിക്കരുത്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, എൻ്റെ മേൽ ഇതിനി സ്ഥാനമില്ല, എൻ്റെ മേൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഇരുട്ടും അവൻ്റെ രാജ്യവും അവൻ്റെ അധികാരവും നിങ്ങളുടെ മേൽ നിന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളെ വിട്ടുമാറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇരുട്ടിന്റെ ഓരോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇരുട്ട് അവന്റെ ഓരോ ശക്തി ഉപയോഗിച്ചുകൊണ്ടും അവന്റെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ ജനത്തിന്റെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അല്ല, വെറുതെ അങ്ങ് കയറി ഭരണം നടത്താൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അവൻ ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറി കൈകടത്താൻ ഇതെന്താ? ആരും ചോദിക്കാനും പറയാനും ഇവിടെ ഇല്ലേ? അവൻ ഇഷ്ടമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവന് സ്വയമേ ഒരു താല്പര്യം തോന്നിയതോ കൊണ്ടല്ല അവൻ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി പ്രവർത്തിക്കുന്നത്. മറിച്ച് മനുഷ്യർ തന്നെ അവന് എൻ്റെ മേൽ ഭരണം നടത്താനുള്ള അവകാശത്തെ വിട്ടുകൊടുത്തിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം വേഗത്തിലെടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പെട്ടെന്ന്. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ എല്ലാവരും എടുത്തു, വേദപുസ്തകം തുറന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, ഏക മനുഷ്യൻ, the one man, അതാ. കാരണം ലോകത്തെ മുഴുവൻ ഏക മനുഷ്യനിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സ്പീഷീസ് അല്ലെങ്കിൽ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രീഡ് ഉണ്ടായിരിക്കുന്നത് ആദാമിൽ നിന്നാണ്. എന്നാൽ ആ ആദാം ഏദനിൽ വെച്ച് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഫലമായി അവന്റെ തോൽവിയെ മുതലെടുത്തുകൊണ്ട് അവന്റെ മേൽ ഉണ്ടായിരുന്ന ആ അവകാശം അവനായിട്ട് നശിപ്പിച്ചതുകൊണ്ട് അവന്റെ മേൽ അധികാരം പ്രയോഗിച്ച് അവനെ പിശാചടിമകളാക്കി. നമ്മളെക്കാളുമൊക്കെ വളരെ ഡീസന്റ് ലൂസിഫർ.
അനുവാദം കൊടുക്കാതെ അവൻ ഒരിക്കൽ പോലും ഒരാളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. സത്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് വീട്ടിനകത്ത് ചെന്നിരുന്നിട്ട് നിങ്ങൾ പറയുകയാണ്, എന്താണെന്നറിയത്തില്ല, ഞാൻ പോകുമ്പോൾ വണ്ടി ഇടിച്ച് ചാകുന്നത് പോലെ എനിക്കൊരു തോന്നലുണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് അവൻ ആക്സിഡന്റിനെ, ദുരാത്മാവിനെ നിങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നത്. എന്തോ പണി കിട്ടാൻ സാധ്യത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, കട പൂട്ടുമോ എന്നൊരു തോന്നലുണ്ടാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴാണ് പിശാചി നിങ്ങളുടെ വീടിനകത്തോട്ട് കയറി വരുന്നത്. നിങ്ങൾ ക്ഷണക്കത്ത് കൊടുക്കാതെ അവൻ കയറി വരത്തില്ല. അങ്ങനെ ഏതെങ്കിലും ക്ഷണക്കത്തുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കീറിക്കളയുക. വഴിയെ പോകുന്ന നിങ്ങളെ ആക്രമിക്കാൻ അവൻ ജെന്റിൽമാനാണ്, അവൻ അത് ചെയ്യാറില്ല. നിങ്ങൾ വിളിക്കാത്തടത്ത്, നിങ്ങൾ അനുവാദം കൊടുക്കാത്തടത്ത്, നിങ്ങൾ പാപം ചെയ്ത് അവന് വേണ്ടി വാതിലൊരുക്കി കൊടുക്കാത്തടത്ത് അവൻ പ്രവേശിക്കുകയോ അവൻ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പാപം കയറി വന്നു. അത് അവന്റെ പ്രൊഡക്റ്റാണ്. എന്താണ് പാപം? അത് അവന്റെ പ്രൊഡക്റ്റാണ്, അവന്റെ ഉൽപ്പന്നമാണ്. അവന്റെ ഉൽപ്പന്നം ഉള്ളിടത്ത് അവന് വരാം. അടുത്ത അവന്റെ മറ്റൊരു ഉൽപ്പന്നം അവിടെ പറയുന്നത് മരണവും എങ്ങോട്ട് കയറി? ലോകത്തിലേക്ക് കയറി. അപ്പോ ഏക മനുഷ്യന്റെ അനുസരണക്കേടിന് മുമ്പ് ഈ ലോകത്തിൽ പാപവും ഇല്ലായിരുന്നു, മരണവും ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പാപവും കയറി, മരണവും കയറി, കൂടെ ഇവന്റെ രാജ്യവും ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഓ ഹല്ലേലൂയ. ഇതൊന്നും ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെയുള്ള ആത്മീയ രഹസ്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആദാമ് പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ആത്മലോകത്തിൽ മാത്രമുണ്ടായിരുന്ന ഇരുട്ടിന്റെ രാജ്യം. ഞാൻ പറഞ്ഞു കിട്ടുമെന്നോ? ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ഫിസിക്കൽ വേൾഡിനകത്തോട്ട് ഈ ആത്മലോകത്തിൽ ഇരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് യാതൊരു വിധമായ പ്രവേശനവും ഇല്ല. നിങ്ങൾക്ക് ദൈവരാജ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ട്രൂത്ത് മനസ്സിലാക്കണം കേട്ടോ. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ആദാം എവിടെ ഉള്ളത്? ഏദനിൽ, സ്വർഗത്തിലല്ല, ഏദനിൽ. ഏദൻ എവിടെ ഉള്ളത്? ഭൂമിയിൽ. ആമേൻ. ഈ ഭൂമിയും ഏദനും ഒക്കെ എന്താണ്? ഭൗതിക ലോകമല്ലേ, മെറ്റീരിയൽ വേൾഡ് അല്ലേ, ഫിസിക്കൽ വേൾഡ് അല്ലേ. ആമേൻ, 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 ആമേൻ. എല്ലാവരും എന്നോട് ശ്രദ്ധിച്ചു കേട്ടെ. ആദാം എവിടെ ഉള്ളത്? ഏദൻ തോട്ടത്തിൽ. ഏദൻ എവിടെയാ ഉള്ളത്? ഭൂമിയിൽ. ഈ ഭൂമിയും ഏദനും ഒക്കെ നമ്മളിപ്പോ കാണുന്നത് പോലെ ഈ തൃശ്ശൂരും ഈ എറണാകുളവും ഒക്കെ പോലെ ഈ ഭൂമിയിലുള്ള കാര്യമാണ്. ഭൗതിക ലോകമാണ്. കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനും പറിച്ചു കഴിക്കാനും എടുത്തു കുടിക്കാനും ഒക്കെ പറ്റുന്ന, മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത് എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭൗതിക ലോകം എന്ന് വിളിക്കാം. ആമേൻ. ഇത് മീറ്റിംഗ് ആണ്, ഫിസിക്സ് ക്ലാസ് അല്ല. ഹല്ലേലൂയ. എന്നാൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവന് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭൗതിക ലോകം. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ഇരുട്ടെന്താ? ലൂസിഫർ എന്താ? നമ്മളെ പോലെ കയ്യും കാലും ഉണ്ടായ ഒരു ഭൗതിക ശരീരത്തിലല്ല അവനുള്ളത്. അവന്റെ ദൂതന്മാരും അവന്റെ ശക്തികളും ഉള്ളത് നമ്മളെ പോലെ തൊട്ടു നോക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിലല്ല. ഓ, വചനം വേണോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ അടുക്കൽ വന്നവന് അസ്ഥിയുണ്ടോ, മാംസമുണ്ടോ? ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ഞാൻ പഠിപ്പിച്ചതല്ല, യേശു പഠിപ്പിച്ചതാ. They are spirit beings. ആത്മജീവികളാണ്. അവർക്ക് അസ്ഥിയില്ല, മാംസവും ഇല്ല. അവരുടെ രാജ്യവും അതുകൊണ്ട് ആത്മീയമാണ്. അവർക്ക് ഈ ദൈവമുണ്ടാക്കിയ ഭൗതിക ലോകത്തിലേക്ക് ഇന്ന് വരെ ഒരു പ്രവേശനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദാമിന് മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനുമില്ല. എന്നാലും നമ്മളൊരു അലങ്കാരിക പ്രയോഗത്തിൽ പറയാണ്, ആദാമിന് മുമ്പ് വരെ ഒരു ജീവിയെ പോലും തൊടാൻ ഇവന് അധികാരമില്ല. ഓ, പിടികിട്ടിയില്ല. ഈ ആത്മലോകമായ ഇരുട്ടിന്റെ രാജ്യം ഭൗതിക ലോകത്തിലേക്ക് വന്ന് ലയിക്കുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കേടില്ല.
അങ്ങനെ എപ്പോഴാണോ ഹവ്വയും ആദാമും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ആ മിനിറ്റിൽ ഇത്രയും നാൾ അദൃശ്യനായി തുടർന്നുകൊണ്ടിരുന്ന ലൂസിഫറും അവന്റെ രാജ്യവും അവന്റെ നരകത്തിന്റെ ശക്തികളും ദർശനീയമായ ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ ഇറങ്ങി വന്നു. മനസ്സിലാക്കുക. ഇപ്പോൾ ദൈവവും അവന്റെ രാജ്യവും ഭൂമിയിൽ നിന്ന് വെളിയിലും, ഇരുട്ടും അവന്റെ രാജ്യവും ഭൂമിയുടെ ഉള്ളിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ല. ഹല്ലേലൂയ. ദൈവവും തന്റെ രാജ്യവും ഭൂമിക്ക് വെളിയിലും, ഇരുട്ടും അവന്റെ രാജ്യവും ഭൂമിക്കകത്തും പ്രവേശിച്ചിരിക്കുന്നു. ആരിലൂടെ? ആദാം എന്ന ഏക മനുഷ്യനിലൂടെ. അതുകൊണ്ടാണ് ഭൂമി പാപം കൊണ്ട് നിറയാൻ തുടങ്ങിയത്. കാരണം കേറിയിരിക്കുന്നവന്റെ അകത്തുള്ള പ്രൊഡക്റ്റ് അല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് വലിയ പാപം മുഴുകാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് മനുഷ്യൻ തമ്മിൽ കൊല്ലാൻ തുടങ്ങിയത്. കാരണം അവയവങ്ങളോടുകൂടി ഉള്ളവന്റെ കൂടെ നടക്കുന്നത് ഇരുട്ടും അവന്റെ രാജ്യവുമാണ്. ഇനിയും വേണേ തെളിവ് തരാം. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. അതിനർത്ഥം അവൻ ഇതിന്റെ അധികാരി എന്നതല്ല, ഇതിന്റെ അകത്ത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ അവന് ഉണ്ട് എന്ന് നിങ്ങൾ അറിയുക. അവൻ ചിലരുടെ ഹൃദയങ്ങളെ കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. അവനും ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ഒരു പക്ഷെ നടക്കുന്നുണ്ടായിരിക്കാം. അവൻ ഒരു പക്ഷെ നിങ്ങളുടെ വീടിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കിട്ടിയില്ല. അങ്ങനെ ഏക മനുഷ്യന്റെ അനുസരണത്താൽ പാപവും മരണവും ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മാനവരാശി മുഴുവൻ ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിൽ അടിമകളായി പെട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ആയിപ്പോയി? അവൻ അടിമകളായി കിടക്കുകയാണ്. ദൈവം ഓരോ സമയങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചില ഇടപെടലുകൾ നടത്തും. ഭൂമിയെ മുഴുവനുമായും ഇവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ. അതിനവൻ അബ്രഹാമിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അതിനവൻ മോശയുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനവൻ ദാവീദിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ പഴയ നിയമം മുഴുവൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിൽ മുഴുവനുമായി പിശാച് വ്യാപരിച്ചു കിടപ്പുണ്ട്. പക്ഷെ അവൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മറവിൽ മറഞ്ഞുകൊണ്ട് രഹസ്യമായി. മനസ്സിലായില്ല? മനുഷ്യൻ തമ്മിൽ കൊല്ലുന്നത് ലോകം കണ്ടുള്ളൂ. പക്ഷെ കൊല്ലിക്കുന്ന ആ ഇരുട്ടിനെ ആരും കണ്ടില്ല. റോമർക്കെഴുതിയ ലേഖനം പറയുന്നു, ആണിനോടും പെണ്ണിനോടും ചേർന്ന് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നത് ലോകം കണ്ടു. പക്ഷെ അവരിൽ മോഹം ജനിപ്പിക്കുന്ന കൂടെ നടക്കുന്നവനെ ആരും കണ്ടില്ല. അവൻ ലോകത്തിൽ നമ്മോടൊപ്പം ഏത് കുഞ്ഞ് ജനിച്ചു വീണാലും ആദാമിന്റെ വർഗത്തിലാണോ അവന്റെ മേൽ ഇത് കയറും. അവൻ ഇതെല്ലാം അവന്റെ അകത്ത് ഇഞ്ചക്ട് ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ സ്കൂളിൽ പോയി അക്ഷരം പഠിച്ചു ഇല്ലേ? വായിക്കാൻ പഠിച്ചു. എവിടെന്നാ? സ്കൂളിൽ ചെന്ന്. ഇംഗ്ലീഷ് ആകട്ടെ, മലയാളമാകട്ടെ, സംഖ്യകളാകട്ടെ, സ്കൂളിൽ പോയി പഠിച്ചു. റൈറ്റ്? സ്കൂളിൽ പോയി പഠിച്ചവർ മാത്രം കൈവോക്കി. എല്ലാവരും സ്കൂളിൽ പോയി പഠിച്ചല്ലേ? അല്ല, നമ്മളെ ഏത് ക്ലാസ്സിൽ ഏത് അധ്യാപകനാ നുണ പറയാൻ പഠിപ്പിച്ചത്? നമ്മളെ ഏത് അധ്യാപകനാ നമ്മുടെ കൂട്ടുകാരനെ കാല് വെച്ച് തള്ളിയിടാൻ പഠിപ്പിച്ചത്? നമ്മുടെ ഏത് അധ്യാപകനാ നമ്മളിൽ അഹങ്കാരം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു തന്നത്? നമ്മളിൽ ഏത് അധ്യാപകനാണ് നമ്മെ അടിക്കാൻ പഠിപ്പിച്ചത്, തെറി വിളിക്കാൻ പഠിപ്പിച്ചത്, നമ്മെ മത്സരിക്കാൻ പഠിപ്പിച്ചത്, നമ്മിൽ അസൂയ പഠിപ്പിച്ചതാരാ? ഒരേ വീട്ടിനകത്ത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഭിന്നത ഉണ്ടാക്കുന്ന ആ മനോഹരമായ തന്ത്രം ഏത് ട്രെയിനിങ് സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ പഠിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, സ്വതവേ വന്നതാണ്. അയ്യോ, 1 വയസ്സും 1.5 വയസ്സും ഒക്കെ ഉള്ള കുഞ്ഞിനെ എടുത്ത് ലാളി ചോമന് ചുമ്മാ വയ്ക്കുമ്പോ നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇവന്റെ അകത്ത് ഇൻബോണായിട്ട് ജന്മസിദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാപത്തിൻ്റെയും മോഹത്തിൻ്റെയും ജഡത്തിൻ്റെയും ഒരു വാസന ഉണ്ടെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല.
ഹല്ലേലൂയ. നമ്മളെ ആരും പഠിപ്പിച്ചില്ല, നമ്മളെ കുഞ്ഞുങ്ങളെ ആരും പഠിപ്പിക്കേണ്ട. ഇനി വരാൻ പോകുന്ന തലമുറയെയും പാപം ചെയ്യാൻ ആരും പഠിപ്പിക്കണ്ട. ആദാമിൽ നിന്ന് ജനിച്ചവനെ പാപം ചെയ്യാൻ പഠിപ്പിക്കണ്ട. ആദാമിൽ നിന്ന് ഉണ്ടായ വർഗത്തെ വഴി തെറ്റി നടക്കാൻ പഠിപ്പിക്കണ്ട. അവൻ ജനിക്കുന്നത് തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാ. ഇങ്ങനെയുള്ളൊരു അടിമത്വമായിരുന്നു നമ്മുടെ മേലെ കിടന്നത്. എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ അടിമത്വം. പാപം ചെയ്ത് പാപത്തിന് അടിമയായതല്ല. ഓ, മിണ്ടുന്നില്ലല്ലോ. നുണ പറഞ്ഞ് നമ്മൾ അടിമകളായതല്ല. ആദാമിന്ന് ജനിച്ചത് കൊണ്ട് അടിമകളായി തന്നെ ജനിക്കുകയും അടിമകളായി ജനിച്ചത് കൊണ്ട് ഞങ്ങൾ അവയൊക്കെ ചെയ്തു പോരുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇരുട്ടിനകത്ത് നിന്ന് എനിക്ക് സ്വതവേ എന്തെങ്കിലും ചെയ്ത് എസ്കേപ്പ് ആവാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞോ? തീർത്ഥാടനങ്ങൾ എന്നെ ഈ അടിമത്വത്തിൽ നിന്ന് വെളിക്കൊണ്ടുവരുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രയത്നം എന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ശാപങ്ങളിൽ നിന്നും ഈ അടിമത്വത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കുമോ? സഹായിക്കുന്നില്ല. അങ്ങനെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ ആദാമ്യ വർഗത്തിന്റെ DNA ഇല്ലാത്ത ഒരാൾ വന്ന് എന്നെ സഹായിക്കണം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ആർ എനിക്ക് വേണ്ടി പോകും? ആർ പോയി ആദാമ്യ വർഗത്തെ അവന്റെ അടിമത്വത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും? അപ്പോൾ പുത്രൻ പറയുകയാണ്, നീ എനിക്കായി ലോകസ്ഥാപനത്തിന് മുമ്പേ, സൃഷ്ടിയുടെ 7ാമത്തെ ദിവസത്തിൽ മണ്ണിൽ നിന്നൊരു ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പുത്രന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നൊരു ശരീരം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു ലെവലൂടെ കയറി പറഞ്ഞോട്ടെ. അതിനർത്ഥം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മാതൃക നോക്കിയാണ് അവൻ ആദാമിനെ ഉണ്ടാക്കിയത്, അവൻ നമ്മെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആദാമിന്റെ DNA ഇല്ലാത്തൊരു മറ്റൊരു ശരീരം സ്വീകരിക്കാൻ കന്യകയിൽ നിന്ന് കർത്താവായ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വന്നതിനും അവൻ ജനിച്ചതിനും അവൻ ജീവിച്ചതിനും അവൻ പ്രസംഗിച്ചതിനും അവൻ മരിച്ചതിനും അവൻ അടക്കപ്പെട്ടതിനും അവൻ ഉയർത്തപ്പെട്ടതിനും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ഭൂമിയിൽ നിന്നും ഈ അടിമത്വത്തിൽ നിന്നും അനീഷിനെ വിമോചിപ്പിക്കുക. ആ ഇരുട്ടിന്റെ കയ്യിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആ തലമുറയെ പിടിച്ചുകൊണ്ടുവരിക, ആ ജനറേഷനെ ഡെലിവർ ആക്കുക. ഓ ജീസസ്, ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയേ. കർത്താവ് ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ? യേശു നമുക്ക് വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീർന്നേനെ? അവൻ നമുക്ക് വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായി മാറുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഇപ്പോഴും അടിമത്തത്തിലായിരുന്നേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇത്ര വരെയും മറവിൽ മറഞ്ഞിരുന്ന് ഈ സാമ്രാജ്യത്തെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൂസിഫറും അവന്റെ അടിമകളായ ഒരു വലിയ ജനക്കൂട്ടമുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലേക്കാണ്, രാജ്യത്തിനകത്തേക്കാണ് പുത്രൻ ഇറങ്ങി വരുന്നത്. ഒറ്റയ്ക്ക്. ഞാൻ ആ പദം എടുത്ത് ആവർത്തിച്ച് പറയുന്നു. എങ്ങനെ വന്നത്? ഒറ്റയ്ക്ക്. ഏക മനുഷ്യൻ ചെയ്തു വെച്ച മുഴുവനും പരിഹരിക്കാൻ വേണ്ടി അവനും ഏകനായി തന്നെ വന്നു. ഒറ്റ മനുഷ്യൻ ഏദനിൽ വീണപ്പോഴുണ്ടായ ആ അടിമത്വം നീക്കിക്കളയാൻ അവൻ ഒറ്റയ്ക്ക് കാൽവറിയിൽ നമുക്ക് വേണ്ടി തൂങ്ങി. ഒരൊറ്റ ആദാമിലൂടെ സംഭവിച്ച മുഴുവൻ തകർച്ചകളെയും ഒരൊറ്റ പുത്രനെ കാൽവറി ക്രൂശിൽ നിർത്തി പിതാവ് പരിഹരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ പ്രസംഗിക്കാൻ തുടങ്ങിയത്? ദൈവ രാജ്യം. ഇത് യെശയ്യാവ് പറഞ്ഞില്ല, ഇത് ഇരമ്യാവ് പറഞ്ഞില്ല, ഇത് മോശ പറഞ്ഞില്ല, ഇത് അബ്രഹാമും പറഞ്ഞില്ല. കാരണം ഇതാർക്കും ദൈവം വെളിപ്പെടുത്തിയില്ല. നേരായി നടക്കണമെന്നൊരു ന്യായപ്രമാണം മോശയുടെ കയ്യിലൂടെ കൊടുത്തു, പക്ഷെ ദൈവരാജ്യം പറഞ്ഞില്ല. അനുസരണം കേട് കാണിച്ചാൽ അടിമത്വവും അനുസരിച്ചാൽ വാഗ്ദത്തവും എന്ന് പ്രവചിക്കാൻ പ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നു.
പക്ഷെ നിന്നെ അടിപടലം അതിന്റെ മൂട്ടിൽ നിന്ന് വെട്ടിമാറ്റി മറ്റൊന്നിലേക്ക് ഒട്ടിക്കുന്ന ദൈവരാജ്യം ആരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത്, ഇത് പ്രവാചകന്മാർക്കും പ്രഭുക്കന്മാർക്കും എല്ലാവർക്കും മറക്കപ്പെട്ടിരുന്നു, നിങ്ങൾക്ക് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ഇത് ഏതൊക്കെയോ സഭകൾക്ക് മറക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ഇത് ഏതൊക്കെയോ മുഖ്യധാര ലീഡർമാർക്ക് മറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇന്ന് നമുക്കത് തെളിയിച്ചു തന്നിരിക്കുകയാണ്. തൃശ്ശൂരുള്ള ആർക്കൊക്കെയോ ഇന്നും ഇത് മറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ കൂട്ടത്തിന്, ഈ സഭയ്ക്ക് കർത്താവ് അത് മറനീക്കി തന്നിരിക്കുകയാണ്. ഈ മറനീക്കി തരുന്നത് വെറുതെ പ്രസംഗിച്ചിട്ടും കയ്യടി കിട്ടി ആമേൻ പറഞ്ഞു പോകാനല്ല, ഈ അറിയുന്ന സത്യത്തെ തൃശ്ശൂരിൽ ഇറങ്ങി നിന്ന് തെളിയിക്കാൻ. തെരുവോരങ്ങൾ ദൈവരാജ്യത്തിന്റെ ഡെമോൺസ്ട്രേഷനുകളാക്കി മാറ്റാൻ, സൂപ്പർ മാർക്കറ്റുകളും ചന്തകളും റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും ഒക്കെ ജീവിക്കുന്ന യേശുവിന്റെ അടയാളങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് വന്നു, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു, യേശു വന്നു. അവൻ വന്നതും പ്രസംഗിക്കുന്നതും എല്ലാം ദൈവരാജ്യമാണ്. ഞാൻ വചനം എടുക്കുന്നില്ല, പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. He preached the kingdom of God. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ, അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു. അവൻ എന്താ പ്രസംഗിച്ചത്? ദൈവരാജ്യം. ഞാൻ കൂടി അവൻ എന്താ പ്രസംഗിച്ചത്? അവൻ വന്നിട്ട് ദൈവരാജ്യം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ പിശാച് രോഗികളാക്കി വെച്ചിരുന്നവർ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിനിറ്റിൽ തന്നെ സൗഖ്യമായി ദൈവരാജ്യത്തിലേക്ക് കയറി. മരണം അധികാരം വെച്ചോണ്ടിരിക്കുന്ന പട്ടണങ്ങൾക്കകത്തും വീടുകൾക്കകത്തും വ്യക്തികൾക്കകത്തും ദൈവരാജ്യം എന്താണെന്നറിയാവുന്ന ഒരുത്തൻ വന്നത് പറയാൻ തുടങ്ങിയപ്പോ മരണത്തിൽ നിന്നും അവർ ജീവനിലേക്ക് പ്രവേശിച്ചു. ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിഞ്ഞ വീടുകൾക്കകത്തും ശൂന്യത നടനമാടിയ പടകുകൾക്കകത്തും ദൈവരാജ്യം എന്താണെന്നറിയുന്ന ഒരുവൻ വന്ന് ഉപദേശിച്ചു തുടങ്ങിയപ്പോ അവിടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. യേശു വന്നത് പ്രസംഗിക്കാൻ മാത്രമല്ല, യേശു വന്നത് ദൈവരാജ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഈ 2024 കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല. എന്റെ കൂടെ എത്ര പേർക്ക് ചേർന്നതിന് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് നിങ്ങളെ ഈ പട്ടണത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, നീ പ്രസംഗിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കപ്പെടുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് നിന്റെ മേൽ നിക്ഷേപിക്കപ്പെടുകയാണ്. അവൻ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ മറഞ്ഞിരുന്നതെല്ലാം വെളി വരാൻ തുടങ്ങി. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഈ മോർണിംഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വൈകിട്ട് നമ്മൾ അതിനെ കൂടുതൽ ഡീപ്പിലേക്ക് പഠിക്കും. യേശു ഒരിക്കൽ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിലെ ഒരു പള്ളിക്കകത്ത് ഒരു ശബത്തിൽ ഉപദേശിക്കാൻ ചെന്നു. ആമേൻ. ഉപദേശിക്കാൻ ചെന്നു. അവൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് പോലെ. അവൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കകത്തിരിക്കുന്ന ഒരാളുടെ മേൽ നിന്ന് ഭൂതം വെളിപ്പെടാൻ തുടങ്ങി. എന്ത് വെളിപ്പെടാൻ തുടങ്ങി? അവൻ കഴിഞ്ഞ ആഴ്ചയും അവിടെ തന്നെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ സെൻട്രൽ കൺവെൻഷനും അവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പരസ്യോഗത്തിന് അച്ചാച്ചൻ പാടിയ പാട്ട് എന്ത് മനോഹരമായിരുന്നു. ഹല്ലേലൂയ. പള്ളിയിലെ ആ സൗണ്ട് സിസ്റ്റത്തിന്റെ പരിപാടി നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. പക്ഷെ യേശു വന്നപ്പോൾ അവന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഭൂതം വെളിവരാൻ തുടങ്ങി. ആ ഭൂതം അവന്റെ ശരീരങ്ങളെ മുഴുവൻ സ്വാധീനിച്ചിട്ട് അവൻ ബോധമില്ലാത്തവനെ പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നസ്രയനായ ദൈവപുത്ര, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അവൻ ചോദിച്ച അർത്ഥം എന്താണെന്നറിയാമോ? ഇതെന്റെ വീട്, ആദാമിന്റെ പാപത്തിലൂടെ ഞാൻ ഭരിക്കുന്ന എന്റെ ഭൂമി, ഇതെന്റെ ജനം,
ഇതെല്ലാം എൻ്റെ വാസസ്ഥലങ്ങളാണ്. ഞാൻ അവരെ രോഗികളാക്കും, ഞാൻ അവരെ ദരിദ്രരാക്കും, ഞാൻ അവരുടെ കുടുംബം തകർക്കും, ഞാൻ അവരെ മദ്യപാനികളാക്കും, ഞാൻ അവരെ അശ്ലീലക്കാരാക്കും. എനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന എൻ്റെ നാട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ നീ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ നിന്ന് ഇരുട്ട് ഭരിക്കുന്ന ഞങ്ങളുടെ പള്ളിക്കകത്ത് വന്നത്? പിന്നെന്തിനാ നീ പുത്രത്വം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇവരെ പോലെ ഒരു മനുഷ്യനായി ഈ പള്ളിക്കകത്ത് എന്റെ സാമ്രാജ്യത്തിനകത്തോട്ട് വന്നതെന്ന് അവൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. മോശ ന്യായപ്രമാണത്തിന്റെ കൽപ്പന കൊണ്ടുവന്നിറങ്ങിയപ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ അകത്തിരുന്ന വിഗ്രഹാരാധന വെളിയിൽ വന്നില്ല. വിഗ്രഹാരാധനയുടെ ഈവിൾ സ്പിരിറ്റ് ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞിരുന്ന് പ്രവർത്തിച്ചു. മോശ വലിയ അഭിഷിക്തനാ, മുഖാമുഖം കണ്ടവനാ, നോക്കിക്കൊണ്ടിരുന്ന തേജസ് അടിച്ച് സ്കിന്ന് തിളങ്ങിയവനാ. എന്നിട്ട് പോലും അവൻ താഴോട്ട് വന്നപ്പോഴും അവ ഹൃദയത്തിന്റെ അകത്ത് മറഞ്ഞിരുന്ന ആ പിശാച് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. BC 600 ഏതാണ്ട് 650 വർഷങ്ങൾക്ക് മുമ്പ് അപ്പുറം കന്യകയിൽ നിന്നൊരു മകൻ ജനിക്കുമെന്നും ഇശായിൽ നിന്നൊരു മുള പൊട്ടുമെന്നും ഒക്കെ പ്രവചിച്ച ഷാർപ്പ് പ്രവാചകനായിരുന്നു യെശയ്യാവ്. പക്ഷെ യെശയ്യാവിന്റെ ഈ പ്രവാചക അഭിഷേകത്തിന്റെ മുമ്പിലും കേട്ടോണ്ടിരുന്ന യഹൂദ നാട്ടിലോ ഇസ്രായേൽ നാട്ടിലോ ഉള്ള മത്സരഗ്രഹത്തിന്റെ ഒന്നിന്റെ പോലും അകത്ത് നിന്ന് ഭൂതം വെളിയിൽ വന്നില്ല. ആമേൻ. മരുഭൂമിയിൽ നിന്ന് വഴി ഒരുക്കാൻ ഇറങ്ങി വന്ന യോഹന്നാൻ സ്നാപകൻ, യേശു തന്നെ പറയുന്നത് അവനും വലിയ പ്രവാചകനില്ലെന്നാ. അവന്റെ പ്രവാചക അഭിഷേകത്തിന്റെ മുമ്പിൽ പോലും ഈ ഇരുട്ട് വെളിപ്പെട്ടില്ല. എന്നാൽ പുത്രൻ ഇറങ്ങി വന്നപ്പോൾ, പുത്രൻ ദേവാലയത്തിൽ വന്നപ്പോൾ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്നത് വെളിയിൽ വന്നു. ഇനി അവന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, അതുകൊണ്ട് അവൻ പരസ്യമായതിനെ ഇപ്പോൾ കാഴ്ചയാക്കിയിരിക്കുകയാണ്. അവനെ പരസ്യമായ കാഴ്ചയാക്കി കളഞ്ഞു. അന്ന് ആ കഫർനഹൂമിലെ പള്ളിക്കകത്ത് മറഞ്ഞിരിക്കുന്നവനെ യേശു വെളിയിൽ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചേനെ ഇത് അവന്റെ കുഴപ്പമാണ്. നമ്മളെ തെറി വിളിക്കുന്ന, നമുക്കെതിരെ വിമർശിക്കുന്ന, നമുക്കെതിരെ പ്രാകുന്ന, നമ്മളെ ചീത്ത വിളിക്കുന്ന, നമുക്കെതിരെ പരാതികൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവരെ നോക്കി നാം ചിന്തിച്ചേനെ ഇത് അവന്റെ കുഴപ്പമാണെന്ന്. എന്നാൽ യേശു അവനെ വെളി കൊണ്ടുവന്നത് കൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലായി ഇത് അവന്റെ കുഴപ്പമല്ല, അവന്റെ ഉള്ളിൽ ഇരിക്കുന്നത് വെളി വരുന്നതാ. അടുത്ത സെന്റൻസ് പറയുമ്പോഴും ഇതേ ആവേശം കാണണം കേട്ടോ. ഇനി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് വീട്ടിൽ പോയ ഞാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഭിന്നതയിലേക്കും, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാസ്റ്റർക്കെതിരെയും, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സഭയ്ക്കെതിരെയും സംസാരിക്കുകയും ഭിന്നതയും അവിശ്വാസവും മോഹവും ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിയിലേക്ക് വരുമ്പോൾ ഇത് കർത്താവ് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചേനെ ഇതെൻ്റെ കുഴപ്പമാണ്. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി അഭിഷേകം ഉണ്ടെങ്കിലും എൻ്റെ അകത്തും വിട്ടുമാറിയിട്ടില്ലാത്ത ആദാമ്യ വർഗത്തിന്റെ ചില ഛേദനകൾ അവശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് അവൻ നമ്മെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ സെന്റൻസ് കൂടെ നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. യേശു കഫർനഹൂമിൽ വന്ന് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഭൂതം വെളി വരാൻ തുടങ്ങി. ഇത് കണ്ട എല്ലാവരും അവന്റെ ചുറ്റുവട്ടം കൂടി. എന്നിട്ട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരാരും ഇങ്ങനൊന്ന് ഉറക്കെ പറ ചെയ്തിട്ടില്ല. മോശ, യോശുവ, പ്രവാചകന്മാർ ചെയ്തിട്ടില്ല. ഈ അധികാരം ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഹല്ലേലൂയ. ഈ സ്പെഷ്യൽ ശുശ്രൂഷ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഇതിനകത്തിരിക്കുന്ന ധൈര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ കർത്താവിൽ നിന്നൊരു ആലോചന പറയാം. ഈ തലമുറയിൽ കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആരൊക്കെയോ ചെയ്ത് തീർത്തത് ചെയ്യാനല്ല.
ഈ തലമുറയ്ക്ക് വേണ്ടി പുതിയതെന്തെങ്കിലും ചെയ്യാൻ, ഈ തലമുറയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ പരിശുദ്ധാത്മാവിന്റെ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ശുശ്രൂഷകൾ വെളിയിൽ കൊണ്ടുവരാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ കിടക്കുകയാണ്. AD 2-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ യെരുശലേമിലൂടെ നടന്നു പോയപ്പോൾ അവരുടെ നിഴല് തൗട്ടി സൗഖ്യമായതുപോലെ ചെയ്യാനല്ല ഇന്ന് ആത്മാവ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആമേൻ. ജോൺ ജിയിലേക്ക് അമേരിക്കയിൽ കൊണ്ടുവന്നതുപോലൊരു ഹീലിംഗ് ഇന്ന് ഇവിടെ കൊണ്ടുവരാനല്ല കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ബ്രദറെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കറിയത്തില്ല. മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്തോ നിങ്ങളിലൂടെ പുതിയതായി ചെയ്യാൻ കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ അതിനു വേണ്ടി അഭിഷേകം ചെയ്യുകയാണ്. കമോൺ, സഭ ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു 5-10 മിനിറ്റുകൾ ഏറിയാൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. രണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ചിരിച്ച്. കഴിഞ്ഞ 1 മണിക്കൂറായി നമ്മൾ സംസാരിക്കുന്നത് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഒരു വചനമാണ്. ഇരുട്ടിൽ നിന്നും ഞാൻ വെളിച്ചത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ഞാൻ കയറിയതല്ല, പിതാവായ ദൈവം എന്നെ പ്ലേസ് ചെയ്തതാണ്. He placed us. അവൻ നമ്മെ എടുത്ത് ആക്കി വെച്ചതാണ്. ഞാൻ ആയിത്തീർന്നതല്ല, അവൻ എന്നെ ആക്കി തീർത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് എന്നെ എടുത്തു മാറ്റാൻ ഒന്നിനും കഴിയുകയില്ല. ഇരുട്ട് എന്താന്ന് പഠിച്ചു. ഇരുട്ടിന്റെ അധികാരം എന്താന്ന് നമ്മൾ അറിഞ്ഞു. ഇരുട്ടിന്റെ അധികാരം എങ്ങനെയാ നമ്മുടെ നടുവിലേക്ക് വന്നതെന്ന് നമ്മൾ അറിഞ്ഞു. അവൻ എങ്ങനെയാ നമ്മുടെ ഭൗതിക ശരീരങ്ങളിലും രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നതെന്ന് വെറുതെ ഒന്ന് സിമ്പിളായി മനസ്സിലാക്കി. എന്തിനാ യേശു വന്നതെന്ന് അറിഞ്ഞു. അവൻ നമുക്ക് വേണ്ടി എന്താ ചെയ്തത് എന്ന് നമ്മൾ അല്പമായി അറിഞ്ഞു. റെഡി? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു. 2 കരങ്ങൾ കർത്താവിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്ദിയോടെ യേശുവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ നീ വന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നീ ഞങ്ങളെ ദൈവരാജ്യത്തിലാക്കി വെച്ചതിനായി സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലാകുന്നുവെങ്കിൽ ഇരുട്ടിൻ്റെതൊന്നും ഇനി നിങ്ങളുടെ പുറകെ വരാൻ പാടില്ല. കമോൺ. ഒരു പാസ്റ്ററും തലയെ കൈവച്ചിട്ടല്ല, ഒരാളും നിങ്ങളുടെ പേര് പറഞ്ഞ് ഭത്സിച്ചിട്ടോ ശാസിച്ചിട്ടോ അല്ല. നിങ്ങളുടെ ആ മേൽ കിടക്കുന്ന അധികാരത്തോടു കൂടി നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ ഇന്ന് നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പലതും അഴിഞ്ഞു മാറുകയാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പോലും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ചില നുഖങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. യെസ്, യേശുവിൻ്റെ സ്വാതന്ത്ര്യം, പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു തലമുറ ഇന്ന് ഇതിനകത്തത് എക്സസൈസ് ചെയ്യുകയാണ്. ഇനി നിങ്ങളെ അടച്ചു വെക്കാൻ അവന് പറ്റത്തില്ല. ഇനി നിങ്ങളെ ബൗണ്ടറി ഇട്ട് വെക്കാൻ അവന് പറ്റത്തില്ല. നിങ്ങളുടെ വളർച്ചയുടെ പരിധി നിയന്ത്രിക്കുന്നത് അവനല്ല. നിന്റെ ഉയർച്ചയും നിന്റെ വളർച്ചയും തീരുമാനിക്കുന്നത് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ അളവിനൊത്തവണ്ണമാണ്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ബൗണ്ടറികൾ ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചു. യെസ്, നിങ്ങൾക്ക് ആത്മാവ് ധൈര്യം നൽകുന്നത് പോലെ, നിങ്ങൾക്ക് ആത്മാവ് ബോധ്യം നൽകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിനൊത്തവണ്ണം വായ തുറന്ന് പറഞ്ഞു തുടങ്ങുക. എന്റെ കുടുംബത്തിനകത്ത് ഇനി ആ ഇരുട്ടുണ്ടാകുകയില്ല. എന്റെ മേൽ ഇനി ആ ശാപം തുടരുകയില്ല. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ്. യെസ്, പറഞ്ഞോ 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 പറഞ്ഞോ. ഒന്നും ഒരു നാൾ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അവൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. യെസ് 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 യെസ്. Oh la matelena romia tarozel kenian tola brehasian tala bahar kabaya le mama dunina shekeni neatala reba katala razite neataro bobobobo. Yes 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 yes. എത്രയോ നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ട് അഴിയാതിരുന്ന ചിലത്
ഈ മിനിറ്റിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എന്നേക്കുമായി ക്യാൻസൽ ചെയ്യുകയാണ്. ഓ, സ്വീകരിച്ചു അതിനെ, സ്വീകരിച്ചു അതിനെ. എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ ചിലരെ നേരിട്ട് തൊടാൻ പോവുകയാണ്. അവൻ ഇന്ന് ഈ പകലിൽ നേരിട്ട് ചിലത് നിന്റെ കൈമേൽ തരാൻ പോവുകയാണ്. നേരിട്ട് ചില ഇമ്പാർട്ടേഷനുകൾ സംഭവിക്കുകയാണ്. നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക മാത്രമല്ല, അനേകരെ സ്വതന്ത്രമാക്കാൻ കൂടെ കർത്താവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. വാ, അവൻ ആദ്യം 12 പേരെ തെരഞ്ഞെടുത്തു, എന്നിട്ട് 70 പേരെ വിളിച്ചു. പിന്നീട് അവൻ അനേകരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഗോ. ഇത് നീ മാത്രം അനുഭവിക്കാനുള്ളതല്ല, നീ ചെന്ന് കയറുന്ന എല്ലാ പട്ടണങ്ങളിലും നിന്നിലൂടെ ഇത് വെളിപ്പെടണമെങ്കിൽ. ഓ, ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് എനിക്ക് വ്യക്തമായ ചില ദർശനങ്ങൾ കൈമാറുന്നു. ഈ പ്രായത്തിലും ഇനിയും നിങ്ങളിലൂടെ ചില രോഗസൗഖ്യ ശുശ്രൂഷകൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും നിങ്ങളിലൂടെ ചില പ്രവാചക ശുശ്രൂഷകൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കൂട്ടം കൂട്ടമായി ചിലരെ, കുടുംബമായി ചിലരെ പിടിച്ചെടുത്ത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ സഭയിൽ കർത്താവ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്, അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇരുട്ടിനെ തകർക്കാനും വെളിച്ചത്തെ വർദ്ധിപ്പിക്കാനുമാണ്. ഓ, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഇപ്പൊ പിടിച്ചെടുത്തോ. ഒരു അന്ത്യകാല ഉണർവിനകത്തേക്ക്, ഒരു വലിയ റിവൈവലിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ഈ സഭയെ പ്രവേശിപ്പിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ, നീ എന്നെ വിടുവിച്ച് നിന്റെ രാജ്യത്തിലാക്കി. ഇപ്പോൾ ഞാൻ അവിടുത്തെ രാജ്യത്തിലായിരിക്കുന്നു. ഈ നാട്ടിൽ എനിക്കറിയാവുന്ന, എൻ്റെ ചുറ്റുപാടും കിടക്കുന്ന 100 കണക്കിന് ആൾക്കാർ ഇന്നും പിശാചിന്റെ അടിമത്വത്തിനകത്താണ്. അവരുടെ അടുക്കിലേക്ക് യേശു നേരിട്ട് പോവുകയല്ല, കർത്താവ് നിങ്ങളെ അയക്കുകയാണ്. അവൻ ശിഷ്യന്മാരെ അയച്ചതുപോലെ അവൻ നിങ്ങളെ അയക്കുകയാണ്. ഭയപ്പെടരുത്. എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കരുത്. ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നുള്ള സംശയവും അരുത്. ചിലതിനോട് കൽപ്പിക്കാൻ, ചിലതിൻ്റെ കെട്ടുകൾ അഴിക്കാൻ, ചില പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് ചിലതിനെ അറുത്തു മാറ്റിക്കൊണ്ടുവരുവാൻ ഈ മിനിറ്റിൽ കർത്താവ് നിങ്ങളുടെ മേലൊരു സ്പെഷ്യൽ അപ്പോയിൻമെന്റ് അയക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് അതെൻ്റെ മേൽ ഇപ്പോൾ പകരണമേ. ചിലതിനെ അറുത്തു മാറ്റാനുള്ള ചില വാളുകൾ കർത്താവ് ചിലരുടെ കയ്യിലേക്ക് വെച്ചു തരികയാണ്. സ്വീകരിച്ചു അതിനെ, സ്വീകരിച്ചു അതിനെ, സ്വീകരിച്ചു അതിനെ, സ്വീകരിച്ചു അതിനെ. ഈ ദിവസം ഞാൻ ഈ സഭയ്ക്കകത്തുനിന്നുകൊണ്ട് പ്രവചിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിലൂടെ തൃശ്ശൂർ പട്ടണത്തിലേക്ക് അതിരു പൊട്ടുന്നൊരു വലിയ ജനക്കൂട്ടമായി പുത്രന്റെ സഭ വളരട്ടെ. ഇരുട്ട് പറയുന്നു നിന്നെ വളർത്തത്തില്ല എന്ന്, ഇരുട്ട് പറയുന്നു ഇത് പൂട്ടിപ്പോകുമെന്ന്. എന്നാൽ വെളിച്ചത്തിന്റെ മക്കൾ ഒരുമിച്ച് ഇറങ്ങി നിന്ന് ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ അടിവേരുകളെ പറിച്ചെടുക്കുന്നത് പോലെ ചില റിവൈവലുകളെ കൊണ്ടുവരാൻ
എഫസോസിനെ കീഴ്മേൽ മറിച്ചതുപോലെ, കൊരിന്തിനെ കീഴ്മേൽ മറിച്ചതുപോലെ ചിലതിനെ എടുത്തു മറിക്കാൻ ഒരു സ്പെഷ്യൽ അനോയിന്റിങ് ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുകയാണ്. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടച്ചു നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് ജനത്തോട് സംസാരിച്ചു. ഇവരെ ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കി. ലോർഡ്, ഇപ്പോൾ തന്നെ ആ ദൈവരാജ്യത്തിൻ്റെ ശക്തി കർത്താവ് ഇവരുടെ മേൽ വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അവിടത്തോട് ആവശ്യപ്പെടുകയാണ്. യെസ്, ശരീരങ്ങളിൽ, ഹൃദയത്തിൽ, വീടിനകത്ത്, ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് ഒരു വലിയ ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം അവർ കാണാൻ തുടങ്ങട്ടെ. ഇപ്പോൾ തന്നെ stay in the presence. Wow. പരിശുദ്ധാത്മാവ് ആളത്വമായി ഇതിനകത്ത് ചലിക്കുകയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. യെസ്, ഇന്ന് വരെ നിങ്ങൾക്ക് കണ്ടു കിട്ടിയിട്ടില്ലാത്തൊരു എൻകൗണ്ടറിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. വാ, തൃശ്ശൂരിൻ്റെ ആത്മമണ്ഡലം തുറന്നിട്ട് ചിലത് ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ വിശ്വസ്തരെന്ന് എണ്ണി ഏൽപ്പിക്കുകയാണ്. നിങ്ങളായതുകൊണ്ടല്ല, കർത്താവ് നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ചിലത് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരികയാണ്. കമോൺ, 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 കമോൺ. വാ.